ഇരുണ്ട രാത്രിയുടെ യാമങ്ങളിൽ തിരമാലകൾ കരയെ തൊട്ടുണർത്തുമ്പോൾ കാറ്റിന് ചില കഥകൾ പറയാനുണ്ടാകും. ദൂരെ ഏതോ തുറമുഖത്ത് പഴകിയ മരത്തിന്റെ ഗന്ധമുള്ള കപ്പലുകളിൽ നിന്നുയരുന്ന കഥകൾ. ചരിത്രത്തിന്റെ താളുകളിൽ മഷി പടർന്നുണങ്ങിയ ചില പേരുകളുണ്ട്. കാലം മായ്ക്കാൻ ശ്രമിച്ചിട്ടും മാഞ്ഞുപോകാത്ത ചില മുഖങ്ങൾ. അവരിൽ ചിലർ രാജാക്കന്മാരായിരുന്നു, ചിലർ യോദ്ധാക്കളും. എന്നാൽ മറ്റു ചിലർ കടലിനെ പ്രണയിച്ചവരായിരുന്നു, കടലിന്റെ രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ. ഇങ്ങനെയൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതൊരു സാധാരണ കർഷകന്റെ മകന്റെ കഥയാണ്. ഡെവൻഷെയറിലെ തണുത്ത കാറ്റും കൊണ്ട് വളർന്നൊരു കുട്ടിയുടെ കഥ. അവന്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും ആർത്തലയ്ക്കുന്നൊരു കടലുണ്ടായിരുന്നു. സ്പെയിനിന്റെ ഉരുക്കുകോട്ടകൾ പോലെ തലയുയർത്തി നിന്ന കപ്പലുകളെ അവൻ ദൂരെ നിന്ന് നോക്കി നിന്നു. ഒരു നാൾ ആ കടൽ അവനെ മാടി വിളിച്ചു. ആ വിളികേട്ട് അവൻ യാത്ര തുടങ്ങി. പിന്നീട് ചരിത്രം അവനൊരു പേര് നൽകി: കടലിന്റെ വ്യാളി, എൽ ഡ്രാക്കോ. അദ്ദേഹം ഒരു വീരനായിരുന്നോ, അതോ ഒരു കടൽ കൊള്ളക്കാരനോ? ചരിത്രം പലപ്പോഴും അങ്ങനെയാണല്ലേ, ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങൾ. ചിലർക്കയാൾ എലിസബത്ത് രാജ്ഞിയുടെ വിശ്വസ്തനായ നായകൻ, മറ്റു ചിലർക്ക് സ്പാനിഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ക്രൂരനായ കടൽ കൊള്ളക്കാരൻ. സത്യം എന്തായിരിക്കാം? ഒരുപക്ഷെ സത്യം തിരമാലകൾക്കിടയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അല്ലെങ്കിൽ പഴയ കപ്പലുകളുടെ ദ്രവിച്ച തട്ടുകളിൽ ആരുടെയൊക്കെയോ നെടുവീർപ്പുകളായി തങ്ങി നിൽക്കുന്നുണ്ടാകാം. നമുക്ക് മെല്ലെ ആ കഥയുടെ ചുരുളഴിക്കാം, ശാന്തമായി. ഒരു നിമിഷം ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് രണ്ടു കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന മനുഷ്യന്റെ, അല്ലെങ്കിൽ ആ ഇതിഹാസത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ കണ്ണുകൾ അടച്ചു കേൾക്കുക. ആ പഴയ കാലത്തിന്റെ ഗന്ധം, കടൽക്കാറ്റിന്റെ തണുപ്പ്, ദൂരെ മുഴങ്ങുന്ന മണികളുടെ ശബ്ദം എല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. ഇരുണ്ട ആ രാത്രിയുടെ നിശബ്ദതയിലേക്ക് നമുക്ക് മെല്ലെ ഇറങ്ങിച്ചെല്ലാം. കടലിന്റെ ആഴങ്ങളിൽ നിന്നും ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന പേര് ഒരു മന്ത്രം പോലെ ഉയർന്നുവരുന്നു. 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട് അതൊരു ശാന്തമായ കാലമായിരുന്നില്ല. കാറ്റിൽ പോലും മതത്തിന്റെയും അധികാരത്തിന്റെയും ഗന്ധം തങ്ങി നിന്നിരുന്നു. ഡെവൻഷെയറിലെ ക്രൗൺഡേൽ എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. എഡ്മണ്ട് ഡ്രേക്ക് എന്ന ഒരു പാവം കർഷകൻ, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ആഴത്തിൽ വേരുകളാഴ്ത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനും ഭാര്യ മേരിക്കും 12 മക്കളായിരുന്നു. അതിൽ മൂത്തവനായിരുന്നു ഫ്രാൻസിസ്. അവന്റെ ജനനത്തെക്കുറിച്ച് ചരിത്രത്തിന് ഇന്നും കൃത്യമായ ഒരു ഉറപ്പില്ല. ഒരുപക്ഷെ ചില മനുഷ്യർ അങ്ങനെയാണ്, ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ചരിത്രത്തിലിടം നേടി തങ്ങളുടെ തുടക്കത്തെ ഒരു രഹസ്യമാക്കി അവർ കടന്നുപോകും. 1540-നും 1544-നും ഇടയിൽ ഏതെങ്കിലും ഒരു വർഷത്തിലായിരിക്കാം അവൻ ജനിച്ചത്. ആ കാലത്തെ ഓർമ്മകൾക്ക് ഇന്നൊരു മരവിപ്പുണ്ട്. തണുത്ത പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ പോലെ ഓർമ്മകൾക്കൊരു നനവുണ്ട്. ഫ്രാൻസിസ് എന്ന ആ കുട്ടി, അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു ദൂരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കൃഷിയിടത്തിലെ മണ്ണിന്റെ മണമല്ല, ദൂരെ എവിടെയോ ഉള്ള കടലിന്റെ ഉപ്പുരസമുള്ള കാറ്റായിരുന്നു അവനെ മോഹിപ്പിച്ചത്. അവന്റെ അച്ഛൻ എഡ്മണ്ട് നിലമുഴുമ്പോൾ കിതയ്ക്കുന്ന ശബ്ദം അവൻ കേട്ടിട്ടുണ്ട്. അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ വിറകിന്റെ പുക കണ്ണിൽ നിറയുന്നത് അവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവന്റെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. വീടിനടുത്തുള്ള ചെറിയ അരുവിയിലൂടെ ഒഴുകിപ്പോകുന്ന ഉണങ്ങിയ ഇലകളെ നോക്കി അവനിരിക്കും. ഈ ഇലകൾ എവിടെയായിരിക്കും എത്തുന്നത്? ഈ അരുവി ഒഴുകി ഒഴുകി പുഴയിലും പുഴ കടലിലും ചേരുമായിരിക്കുമോ? ആ കടലിനപ്പുറം എന്തായിരിക്കും? അവന്റെ കുഞ്ഞു മനസ്സിൽ 1000 ചോദ്യങ്ങൾ തിരമാലകൾ പോലെ ഉയർന്നു വന്നു. അവന്റെ മുത്തശ്ശൻ ഒരു നാവികനായിരുന്നു എന്ന് ആരോ പറഞ്ഞുകേട്ട ഓർമ്മ അവനുണ്ടായിരുന്നു. ചിലപ്പോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരിക്കാം കടലിനോടുള്ള ഈ അടങ്ങാത്ത പ്രണയം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തലമുറകളുടെ സ്വപ്നങ്ങൾ നമ്മുടെ ശിരകളിലൂടെ ഒഴുകി നടക്കുന്നുണ്ടെന്ന്? ഒരുപക്ഷെ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ ആരുടെയൊക്കെയോ യാത്രകളാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു തീർക്കുന്നത്. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ മതപരമായ സംഘർഷങ്ങൾ അതിന്റെ മൂർധന്യത്തിലായിരുന്നു. പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരും തമ്മിലുള്ള വഴക്കുകൾ,
രാജാക്കന്മാർ മാറുമ്പോൾ നിയമങ്ങളും വിശ്വാസങ്ങളും മാറിമറിഞ്ഞു. പ്രൊട്ടസ്റ്റന്റുകാരനായ എഡ്മണ്ടിനും കുടുംബത്തിനും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. 1549 പ്രയർ ബുക്ക് ലഹള എന്നറിയപ്പെട്ട ആ കലാപം അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു. ഒരു രാത്രി ആരും കാണാതെ അവർക്ക് സ്വന്തം ഗ്രാമം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ആ യാത്രയെക്കുറിച്ച് ഫ്രാൻസിസ് പിന്നീട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? നിലാവില്ലാത്ത ആ രാത്രിയുടെ ഓർമ്മകൾ അവന്റെ ഉറക്കത്തെ എപ്പോഴെങ്കിലും പരിക്ഷുഭപ്പെടുത്തിയിട്ടുണ്ടാവുമോ? കുതിരവണ്ടിയുടെ ചക്രങ്ങൾ ഉരുളുമ്പോഴുണ്ടാകുന്ന ശബ്ദം, അച്ഛന്റെയും അമ്മയുടെയും അടക്കിപ്പിടിച്ച സംസാരം, സഹോദരങ്ങളുടെ നിശബ്ദമായ കരച്ചിൽ, എല്ലാം ഒരു കനത്ത ഭാരം പോലെ ആ കുട്ടിയുടെ മനസ്സിൽ എക്കാലവും തങ്ങി നിന്നിട്ടുണ്ടാകാം. പലായനം അതൊരു യാത്രയല്ല, അതൊരു മുറിവാണ്. വേരുകൾ പറിച്ചെറിയപ്പെടുമ്പോഴുള്ള വേദനയാണ്. അവർ അഭയം തേടിയത് കെന്റിലെ മെഡ്വേ നദിയുടെ തീരത്താണ്. അതൊരു സാധാരണ ജീവിതമായിരുന്നില്ല. കരയിൽ ഒരു വീട് അവർക്ക് അന്യമായിരുന്നു. പകരം ഉപയോഗശൂന്യമാക്കി നദിക്കരയിൽ കിട്ടിയിട്ട ഒരു പഴയ കപ്പലിന്റെ ഉൾവശത്തായിരുന്നു അവരുടെ താമസം. ഹൾക്ക് എന്നറിയപ്പെടുന്ന അത്തരം ദ്രവിച്ച കപ്പലുകൾ. ഒന്നാലോചിച്ചു നോക്കൂ. കരയിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ഒരു കുടുംബം ഒടുവിൽ അഭയം കണ്ടെത്തുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മരക്കഷ്ണത്തിലാണ്. കര അവരെ കൈവിട്ടപ്പോൾ വെള്ളം അവരെ ചേർത്ത് പിടിച്ചതുപോലെ. ആ പഴയ കപ്പലായിരുന്നു ഫ്രാൻസിസിന്റെ പുതിയ ലോകം, അവന്റെ കളിസ്ഥലം, അവന്റെ പാഠശാല. രാവും പകലും ആ കപ്പൽ ചെറുതായി ഇളകിക്കൊണ്ടിരിക്കും. തിരമാലകളുടെ താരാട്ട് കേട്ടാണ് അവൻ ഉറങ്ങിയിരുന്നത്. കപ്പലിന്റെ പഴകിയ തടികൾ ഞരങ്ങുന്ന ശബ്ദം അവന്റെ കാതുകൾക്ക് സംഗീതമായി. ടാറിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും കെട്ടുനാട്ടം അവന്റെ ശ്വാസത്തിന്റെ ഭാഗമായി. കടൽ അവനെ പതിയെ പതിയെ ദത്തെടുക്കുകയായിരുന്നു. അവന്റെ അച്ഛൻ എഡ്മണ്ട് ആ നദിക്കരയിൽ നങ്കൂരമിട്ടിരുന്ന രാജകീയ നാവികസേനയുടെ കപ്പലുകളിലെ നാവികർക്ക് പ്രൊട്ടസ്റ്റന്റ് പ്രഭാഷണങ്ങൾ നടത്തുവാൻ തുടങ്ങി. അങ്ങനെ ആ പഴയ കപ്പൽ അവരുടെ വീടും ഒരു ചെറിയ പള്ളിയുമായി മാറി. ദിവസവും അനേകം നാവികർ ആ കപ്പലിലേക്ക് വന്നുപോയി. അവരുടെ സംസാരങ്ങൾ കേട്ടാണ് ഫ്രാൻസിസ് വളർന്നത്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള കഥകൾ, ആഫ്രിക്കൻ തീരങ്ങളെക്കുറിച്ചുള്ള വിസ്മയങ്ങൾ, അമേരിക്കൻ വൻകരയിലെ വനങ്ങളെക്കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന വിവരണങ്ങൾ, കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലുകളുടെയും രക്ഷപ്പെട്ട നാവികരുടെയും വീരകഥകൾ. ഓരോ കഥയും അവന്റെ ശിരകളിൽ ലഹരിയായി പടർന്നു. അക്കൂട്ടത്തിൽ മുറിഞ്ഞുപോയ ഒരു പുരികമുള്ള, ഒരുപാട് ചുളിവുകൾ വീണ മുഖമുള്ള ഒരു വയസ്സൻ നാവികനുണ്ടായിരുന്നു. തോമസ് എന്ന് നമുക്ക് അയാളെ വിളിക്കാം. അയാൾക്ക് ഫ്രാൻസിസിനോടൊരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അവൻ ചോദ്യങ്ങൾ ചോദിക്കില്ല, പക്ഷെ അവന്റെ കണ്ണുകളിലെ ആകാംക്ഷ തോമസിന് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചം നദിയിലെ ഓളങ്ങളിൽ തട്ടി തിളങ്ങുമ്പോൾ തോമസ് അവനെ കപ്പലിന്റെ അറ്റത്തേക്ക് കൊണ്ടുപോയിരുത്തും. എന്നിട്ട് കടലിന്റെ കഥകൾ പറയും. ഫ്രാൻസിസ്, നീ ആ കാണുന്ന ചക്രവാളമില്ലേ? അതിനപ്പുറം വലിയൊരു ലോകമുണ്ട്. സ്വർണം കൊണ്ട് മേൽക്കൂര പണിത നഗരങ്ങളുണ്ട്. മനുഷ്യന്റെ തലയോളം വലുപ്പമുള്ള പഴങ്ങളുണ്ടാകുന്ന മരങ്ങളുണ്ട്. സംസാരിക്കുന്ന തത്തകളുണ്ട്. തോമസിന്റെ ശബ്ദം കാറ്റുപോലെ അവന്റെ കാതുകളിൽ അലയടിച്ചു. അയാൾ അവനെ കപ്പലിലെ കയറുകൾ കെട്ടാൻ പഠിപ്പിച്ചു. ഓരോ കെട്ടിനും ഓരോ പേരുണ്ടായിരുന്നു, ഓരോ ഉപയോഗമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ദിശ കണ്ടെത്താൻ പഠിപ്പിച്ചു. കടലിൽ നിനക്ക് കൂട്ടി നക്ഷത്രങ്ങളാണ് മോനെ, അവയൊരിക്കലും നിന്നെ വഴിതെറ്റിക്കില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം തോമസ് സ്പെയിനിനെ കുറിച്ച് പറഞ്ഞു, സ്പാനിഷ് കപ്പലുകളെക്കുറിച്ച്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്വർണവും വെള്ളിയും രത്നങ്ങളും കുന്നുകൂട്ടി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഭീമാകാരമായ കപ്പലുകൾ, ഗാലിയൻ എന്നറിയപ്പെടുന്ന ആ കപ്പലുകളെക്കുറിച്ച് പറയുമ്പോൾ തോമസിന്റെ കണ്ണുകളിൽ ഒരുതരം പകയെരിഞ്ഞു. അവർ നമ്മുടെ ശത്രുക്കളാണ് ഫ്രാൻസിസ്. അവർ കത്തോലിക്കരാണ്. നമ്മുടെ രാജ്ഞിയെ അപമാനിക്കുന്നവരാണ്. കടലിന്റെ അവകാശികൾ നമ്മളാണെന്ന് ഒരു നാൾ അവർ തിരിച്ചറിയും. ആ വാക്കുകൾ ഒരു തീപ്പൊരി പോലെ ഫ്രാൻസിസിന്റെ മനസ്സിൽ വീണു. സ്പെയിൻ, സ്വർണം, കടൽ, ശത്രുക്കൾ, ഈ വാക്കുകൾ അവന്റെ ഉറക്കത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മണ്ണിന്റെ മണത്തിൽ നിന്നും വയലിലെ കതിരുകളിൽ നിന്നും അവന്റെ ലോകം പൂർണ്ണമായും മാറിയിരുന്നു. ഇപ്പോൾ അവന്റെ ലോകം ഉപ്പുവെള്ളത്തിൻ്റെതായിരുന്നു, കാറ്റിന്റെ ദിശയുടേതായിരുന്നു. ദൂരെ ചക്രവാളത്തിനപ്പുറമുള്ള അജ്ഞാത ലോകങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടേതായിരുന്നു. തന്റെ 13-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ അതിനടുത്ത ഏതെങ്കിലും ഒരു പ്രായത്തിൽ, അവൻ ആദ്യമായി ഒരു കപ്പലിൽ ജോലിക്ക് ചേർന്നു. അതൊരു വലിയ കപ്പലൊന്നുമായിരുന്നില്ല. ഇംഗ്ലീഷ് ചാനലിലൂടെയും ഫ്രാൻസിന്റെയും ഹോളണ്ടിന്റെയും തീരങ്ങളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു ചെറിയ വ്യാപാര കപ്പൽ. ജൂഡിത്ത് എന്നായിരുന്നു അതിന്റെ പേര്.
കപ്പിത്താൻ മക്കളില്ലാത്തൊരു വൃദ്ധനായിരുന്നു. അയാൾക്ക് ഫ്രാൻസിസിനെ കണ്ടപ്പോൾ എന്തോ ഒരു വാത്സല്യം തോന്നി. ആ കപ്പലിലെ ജീവിതം കഠിനമായിരുന്നു. തണുപ്പ്, വിശപ്പ്, തിരമാലകളുടെ പ്രഹരം. പക്ഷേ ഫ്രാൻസിസ് ഒരിക്കലും പരാതിപ്പെട്ടില്ല. കാരണം അവൻ ഒടുവിൽ അവന്റെ ലോകം കണ്ടെത്തിയിരുന്നു. ഓരോ ദിവസവും കടൽ അവന് പുതിയ പാഠങ്ങൾ നൽകി. തിരമാലകളുടെ സ്വഭാവം, കാറ്റിന്റെ ഗതി, മേഘങ്ങളുടെ നിറം മാറ്റം എല്ലാം അവൻ ആർത്തിയോടെ പഠിച്ചെടുത്തു. ആ കപ്പിത്താനായിരുന്നു അവന്റെ ആദ്യ ഗുരു. അയാൾ അവനെ ഒരു മകനെ പോലെ സ്നേഹിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഫ്രാൻസിസ് ഒരു കുട്ടിയല്ലാതെയായി മാറി, ഒരു യുവനാവികനായി മാറി. അവന്റെ ശിരകളിൽ ഇപ്പോൾ ഒഴുകിയിരുന്നത് കടലിന്റെ ലഹരിയായിരുന്നു. ഒടുവിൽ ആ വൃദ്ധനായ കപ്പിത്താൻ മരിക്കുമ്പോൾ തന്റെ ഒരേയൊരു സമ്പാദ്യമായ ചെറിയ കപ്പൽ ജൂഡിത്ത് അയാൾ ഫ്രാൻസിസിന് എഴുതിവെച്ചു. തന്റെ 20ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു കപ്പലിന്റെ ഉടമയും കപ്പിത്താനുമായി. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഒരു ചെറിയ അരുവി വലിയൊരു നദിയിലേക്ക് ചേരുന്നതുപോലെ അവന്റെ മുന്നിൽ ഒരു മഹാസമുദ്രം തന്നെ ആർത്തലച്ച് കിടന്നിരുന്നു. സ്പെയിനിന്റെ സ്വർണ്ണക്കപ്പലുകളെക്കുറിച്ചുള്ള കഥകൾ അപ്പോഴും അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായി മാറിയ കാലം, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം തിരികെ വന്ന സമയം, സ്പെയിനുമായുള്ള ശത്രുതയ്ക്ക് പുതിയ മാനങ്ങൾ കൈവന്ന നാളുകൾ. ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ്. ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളും ഒരു രാജ്യത്തിന്റെ ആവശ്യങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കും. അപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഒരു കൊടുങ്കാറ്റായിരിക്കും. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന ചെറുപ്പക്കാരൻ തന്റെ ചെറിയ കപ്പലായ ജൂഡിത്തിന്റെ തട്ടിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ പ്രതിഫലിച്ചു. പക്ഷേ മനസ്സ് നിറയെ കരീബിയൻ കടലിലെ സ്പാനിഷ് സ്വർണത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഇതൊരു തോന്നലായിരുന്നു, അതോ കാലം അവനുവേണ്ടി ഒരുക്കിയ ഒരു വലിയ നാടകത്തിന്റെ ആദ്യ രംഗമായിരുന്നു അത്? ആർക്കറിയാം? കഥയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പരക്ഷൻ നമുക്ക് ഉത്തരം കിട്ടിയേക്കാം, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം. തന്റെ ചെറിയ കപ്പലായ ജൂഡിത്തിന്റെ ഉടമയായപ്പോൾ ഫ്രാൻസിസ് ഡ്രേക്കിന് മുന്നിൽ ലോകം തുറന്നുകിടക്കുകയായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ചാനലിലെ പരിചിതമായ തിരമാലകളും ഫ്രാൻസിന്റെയും ഹോളണ്ടിന്റെയും തീരങ്ങളും അവനൊരു മടുപ്പുളവാക്കി തുടങ്ങിയിരുന്നു. അവന്റെ സ്വപ്നങ്ങൾക്ക് അതിലും വലിയ ആഴമുണ്ടായിരുന്നു. തോമസ് എന്ന ആ പഴയ നാവികൻ പറഞ്ഞ കഥകൾ, സ്വർണം നിറച്ച സ്പാനിഷ് കപ്പലുകൾ, അജ്ഞാതമായ പുതിയ ലോകങ്ങൾ, അവയെല്ലാം അവന്റെ ഉറക്കം കെടുത്തി. അങ്ങനെയിരിക്കെയാണ് പ്ലിമത്തിൽ നിന്നും ഒരു വാർത്ത അവനെ തേടിയെത്തിയത്. അവന്റെ ബന്ധുവായ ജോൺ ഹോക്കിൻസ് പുതിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഹോക്കിൻസ് അക്കാലത്തെ അറിയപ്പെടുന്നൊരു നാവികനും വ്യാപാരിയുമായിരുന്നു. പക്ഷേ അയാളുടെ വ്യാപാരം അത്ര നിഷ്കളങ്കമായിരുന്നില്ല. ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്നും കറുത്ത വർഗ്ഗക്കാരെ പിടികൂടി കരീബിയൻ ദ്വീപുകളിലെ സ്പാനിഷ് കോളനികളിൽ അടിമകളായി വിൽക്കുന്ന ഒരു കച്ചവടമായിരുന്നു അത്. ചരിത്രത്തിന്റെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്ന്. അന്ന് പക്ഷേ അതൊരു വലിയ കച്ചവടമായിട്ടാണ് പലരും കണ്ടിരുന്നത്. ലാഭം മാത്രം മുന്നിൽ കണ്ടിരുന്ന ഒരു ലോകം. ഹോക്കിൻസിന് ഡ്രേക്കിന്റെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. കടലിനെക്കുറിച്ചുള്ള അവന്റെ അറിവ്, അവന്റെ ധൈര്യം, എന്തിനും തയ്യാറുള്ള ആ മനസ്സ്. ഹോക്കിൻസ് അവനെ തന്റെ പുതിയ യാത്രയിലേക്ക് ക്ഷണിച്ചു. അതൊരു വലിയ അവസരമായിരുന്നു. ഹോക്കിൻസിന്റെ വലിയ കപ്പലുകളുടെ കൂട്ടത്തിൽ തന്റെ ചെറിയ ജൂഡിത്വം ചേരുമ്പോൾ താനും ആ വലിയ കളിയുടെ ഭാഗമാവുകയാണെന്ന് ഡ്രേക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ 1567 ജോൺ ഹോക്കിൻസിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ഇംഗ്ലീഷ് കപ്പലുകൾ പ്ലിമത്ത് തുറമുഖത്തു നിന്നും യാത്ര തിരിച്ചു. കൂട്ടത്തിൽ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന 23-കാരനായ കപ്പിത്താനും അവന്റെ ജൂഡിത്വമുണ്ടായിരുന്നു. ആ യാത്രയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ആഫ്രിക്കയിലേക്ക് പോവുക, അവിടെ നിന്നും കഴിയുന്നത്ര അടിമകളെ സമ്പാദിക്കുക, എന്നിട്ട് നേരെ അമേരിക്കൻ വൻകരയിലേക്ക്. അവിടെയുള്ള സ്പാനിഷ് തോട്ടങ്ങളിൽ അവരെ വിറ്റ് സ്വർണവും വെള്ളിയും നേടുക. ആ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ കടലിനു പോലും ഒരുതരം മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടാകാം. ആഫ്രിക്കൻ തീരങ്ങളിലെ ഗ്രാമങ്ങളിൽ അവർ നടത്തിയ അതിക്രമങ്ങൾ, നിസ്സഹായരായ മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ പിടികൂടി കപ്പലിന്റെ അടിത്തട്ടിൽ കുത്തി നിറച്ചത്. ആ യാത്രയിൽ എത്ര പേർ വിശപ്പ് കൊണ്ടും രോഗം കൊണ്ടും മരിച്ചു വീണു. അവരുടെ നിലവിളികൾ ആരും കേട്ടില്ല, അല്ലെങ്കിൽ കേട്ടവർ കേട്ടില്ലെന്ന് നടിച്ചു. ലാഭത്തിന്റെ കണക്കുകൾക്ക് മുന്നിൽ മനുഷ്യന്റെ ജീവൻ എന്തു വില? ഡ്രേക്ക് അന്ന് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അയാൾക്ക് എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടാവുമോ? അതോ അതും കച്ചവടത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നോ? നമുക്കറിയില്ല. ചരിത്രം ചിലപ്പോൾ ചില ചോദ്യങ്ങൾ നിശബ്ദമായി നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അടിമകളുമായി അവർ കരീബിയൻ തീരത്തെത്തി. സ്പാനിഷ് നിയമപ്രകാരം മറ്റു രാജ്യക്കാരുമായി കച്ചവടം ചെയ്യുന്നത് വിലക്കിയിരുന്നു. പക്ഷേ ആവശ്യക്കാർക്ക് മുന്നിൽ നിയമങ്ങൾ പലപ്പോഴും വഴിമാറും. സ്പാനിഷ് തോട്ടമുടമകൾക്ക് അടിമകളെ ആവശ്യമായിരുന്നു. ഹോക്കിൻസും ഡ്രേക്കും ചിലയിടങ്ങളിൽ ഭീഷണിപ്പെടുത്തിയും മറ്റു ചിലയിടങ്ങളിൽ രഹസ്യമായും കച്ചവടം നടത്തി. അവർ പ്രതീക്ഷിച്ചതിലും വലിയ ലാഭം കിട്ടി.
സ്വർണവും വെള്ളിയും അവരുടെ കപ്പലുകളിൽ നിറഞ്ഞു. യാത്രയുടെ അവസാന ഘട്ടമായിരുന്നു അത്. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ. കപ്പലുകളിൽ നിറയെ സമ്പത്തുണ്ട്. നാവികരുടെ എല്ലാം മുഖത്ത് സന്തോഷവും പ്രതീക്ഷയുമുണ്ട്. നാട്ടിലെത്തിയാൽ കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ വീണ്ടും കാണുന്നതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവാം. പക്ഷെ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. മെക്സിക്കൻ ഉൾക്കടലിൽ വെച്ച് അപ്രതീക്ഷിതമായ ഒരു ഭീകരമായ കൊടുങ്കാറ്റ് അവരുടെ കപ്പലുകളെ ആക്രമിച്ചു. ആകാശവും കടലും ഒന്നായി. കൂറ്റൻ തിരമാലകൾ കപ്പലുകളെ പന്താടുന്നതുപോലെ തോന്നി. ദിവസങ്ങൾ നീണ്ടുനിന്ന ആ കൊടുങ്കാറ്റിൽ അവരുടെ കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റി. യാത്ര തുടരാൻ കഴിയാത്ത അവസ്ഥ. അടുത്തുള്ള ഏതെങ്കിലും ഒരു തുറമുഖത്ത് അഭയം തേടുകയല്ലാതെ വിട്ട് മാർഗമില്ല. ഏറ്റവും അടുത്തുള്ളത് സ്പെയിനിന്റെ നിയന്ത്രണത്തിലുള്ള സാൻ ഹുവാൻ ഡി ഉലൂവ എന്ന തുറമുഖമായിരുന്നു. ശത്രുവിന്റെ മടയിൽ അഭയം തേടുക, അതൊരു അപകടം പിടിച്ച തീരുമാനമായിരുന്നു. ഹോക്കിൻസിനും ഡ്രേക്കിനും അത് നന്നായി അറിയാമായിരുന്നു. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. അവർ ആ തുറമുഖത്തേക്ക് പ്രവേശിച്ചു. തങ്ങൾ കൊടുങ്കാട്ടിൽപ്പെട്ട നിസ്സഹായരായ നാവികരാണെന്നും കപ്പലുകൾ നന്നാക്കി എത്രയും പെട്ടെന്ന് പൊയ്ക്കോളാമെന്നും അവർ സ്പാനിഷ് അധികാരികളെ അറിയിച്ചു. ഒരു താൽക്കാലിക ആശ്വാസം. നാവികർ കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. ഡ്രേക്ക് തന്റെ ജൂഡിത്തിന്റെ തളർന്ന പാമരം നന്നാക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തുറമുഖത്തേക്കൊരു വലിയ സ്പാനിഷ് കപ്പൽ വ്യൂമും വരുന്നത് ദൂരെ നിന്നും കണ്ടു. 13 വലിയ ഗാലിയൻ കപ്പലുകൾ. മെക്സിക്കോയിലെ പുതിയ വൈസ്രോയിയും സ്പെയിനിന്റെ വിലപ്പെട്ട സമ്പത്തുമായി വന്നതായിരുന്നു ആ കപ്പലുകൾ. ഇംഗ്ലീഷ് കപ്പലുകൾ തുറമുഖം കൈയടക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ അമ്പരന്നു. വീണ്ടും ചർച്ചകൾ നടന്നു. പഴയ സമാധാന കരാർ പുതിയ വൈസ്രോയിയും അംഗീകരിച്ചു. തങ്ങൾ പരസ്പരം ശത്രുക്കളല്ലെന്നും കൊടുങ്കാറ്റിൽപ്പെട്ട ഇംഗ്ലീഷുകാരെ സഹായിക്കുകയാണ് വേണ്ടതെന്നും അയാൾ ഉറപ്പു നൽകി. ഹോക്കിൻസും ഡ്രേക്കും ആ വാക്കുകളെ വിശ്വസിച്ചു. അതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. സെപ്റ്റംബർ 23, 1568. പ്രഭാതത്തിൽ നേർത്ത മൂടൽമഞ്ഞ് മാറും മുൻപേ സ്പാനിഷ് കപ്പലുകളിൽ നിന്നും അപ്രതീക്ഷിതമായി ആക്രമണം തുടങ്ങി. കാഹളങ്ങൾ മുഴങ്ങി. പീരങ്കികൾ ഗർജിച്ചു. കരാറുകളും ഉറപ്പുകളും കാറ്റിൽ പറന്നു. അതൊരു ചതിയായിരുന്നു. ആസൂത്രിതമായൊരു ചതി. ഇംഗ്ലീഷ് നാവികർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവും മുൻപേ സ്പാനിഷ് പട്ടാളക്കാർ അവരുടെ കപ്പലുകളിലേക്ക് ഇരച്ചുകയറി. തീയും പുകയും രക്തവും കൊണ്ട് ആ തുറമുഖം ഒരു നരകമായി മാറി. ഹോക്കിൻസിന്റെ പ്രധാന കപ്പലായ ജീസസ് ഓഫ് ലൂബക് തീഗോളങ്ങൾ ഏറ്റുവാങ്ങി മുങ്ങാൻ തുടങ്ങി. നാവികർ പ്രാണരക്ഷാർത്ഥം കടലിലേക്ക് ചാടി. സ്പാനിഷ് പട്ടാളക്കാർ അവരെ വാളുകൾക്കിരയാക്കി. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു കൂട്ടക്കൊലയായിരുന്നു. ഡ്രേക്ക് തന്റെ ചെറിയ കപ്പലായ ജൂഡിത്തിൽ ഇതെല്ലാം കാണുകയായിരുന്നു. അവന്റെ ചുറ്റും മരണം താണ്ഡവമാടുന്നു. അവന്റെ സുഹൃത്തുക്കൾ, സഹനാവികർ കൺമുന്നിൽ മരിച്ചു വീഴുന്നു. ഹോക്കിൻസിന്റെ കപ്പൽ കത്തിയമരുന്നു. സർവ്വതും നഷ്ടപ്പെട്ടു എന്നവൻ ഉറപ്പായി. ഒരു നിമിഷം അവൻ തളർന്നുപോയിരിക്കാം. പക്ഷെ അവന്റെ ഉള്ളിലെ നാവികൻ ഉണർന്നു. ഇവിടെ നിന്നാൽ മരണം ഉറപ്പാണ്. രക്ഷപ്പെടണമെങ്കിൽ ഈ നരകത്തിൽ നിന്നും പുറത്തു കടന്നേ പറ്റൂ. അവൻ തന്റെ കപ്പലിലെ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നവരോട് കയറുകൾ മുറിച്ചുമാറ്റാൻ ആജ്ഞാപിച്ചു. പീരങ്കികളുടെയും വെടിയൊച്ചകളുടെയും ഇടയിലൂടെ, കത്തുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ആ ചെറിയ ജൂഡിത്ത് തുറമുഖത്ത് നിന്നും പുറത്തേക്ക് കുതിച്ചു. രക്ഷപ്പെടാനുള്ള ഒരു വെപ്രാളമായിരുന്നു അത്. ആ ഇരുണ്ട പുകമറയ്ക്കുള്ളിൽ ഹോക്കിൻസിനെയും ബാക്കിയുള്ളവരെയും ഉപേക്ഷിച്ച് അവൻ രക്ഷപ്പെടുകയായിരുന്നു. ആ പ്രവൃത്തി ശരിയായിരുന്നോ? സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹപ്രവർത്തകരെ മരണത്തിന് വിട്ടുകൊടുത്തത് ഒരു ഭീരുത്വമായിരുന്നില്ലേ? ഒരു പക്ഷേ യുദ്ധകളത്തിൽ ശരിയും തെറ്റുമില്ല, അതിജീവനം മാത്രമേയുള്ളൂ. എല്ലാവരും അവിടെ നശിക്കുന്നതിലും നല്ലത് ഒരാളെങ്കിലും രക്ഷപ്പെട്ട് ഈ ചതിയുടെ കഥ പുറം ലോകത്തെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് അവൻ ചിന്തിച്ചിരിക്കാം. അല്ലെങ്കിൽ അതൊരു നിമിഷത്തെ തീരുമാനമായിരുന്നിരിക്കാം. പ്രാണൻ രക്ഷിക്കാനുള്ള ഒരു വെറും വെപ്രാളം. ഹോക്കിൻസും മറ്റൊരു ചെറിയ കപ്പലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ അവർ രണ്ടുപേരും 2 ദിശകളിലാണ് പോയത്. വിശാലമായ ആ കടലിൽ അവർ ഒറ്റയ്ക്കായി. ഡ്രേക്കിന്റെ മടക്കയാത്ര അതിലും ഭീകരമായിരുന്നു. കപ്പലിൽ ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ഇല്ല. കൂടെയുള്ള പലരും മുറിവേറ്റ അവശരായിരുന്നു. ദിവസങ്ങൾ നീണ്ട ആ നരകയാത്രയിൽ പലരും പട്ടിണി കൊണ്ട് മരിച്ചു. ഡ്രേക്ക് കര കാണാതെ ഉഴറി. കടൽ അവനെ സ്നേഹിച്ചതുപോലെ തന്നെ അവനെ പരീക്ഷിക്കുകയുമായിരുന്നു. അടുവിൽ മാസങ്ങൾക്ക് ശേഷം എല്ലും തോലുമായി, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി ഒരു പ്രേതക്കപ്പൽ പോലെ ജൂഡിത്ത് ഇംഗ്ലണ്ടിലെ പ്ലിമത്ത് തുറമുഖത്തടുത്തു. ആകെ 100-ലധികം പേരുണ്ടായിരുന്ന സംഘത്തിൽ വിരലിലെണ്ണാവുന്നവർ മാത്രം തിരികെ എത്തി. അവർ കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമെല്ലാം സ്പെയിൻകാർ പിടിച്ചെടുത്തിരുന്നു. ലാഭത്തിനു വേണ്ടി തുടങ്ങിയ യാത്ര സർവനാശത്തിലാണ് അവസാനിച്ചത്. കരയിലിറങ്ങിയ ഫ്രാൻസിസ് ഡ്രേക്ക് പഴയ ആളായിരുന്നില്ല. അവന്റെ കണ്ണുകളിലെ യുവത്വത്തിന്റെ തിളക്കം മാഞ്ഞിരുന്നു. പകരം അവിടെ
പകയുടെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. സാൻ ഹ്യുവാൻ ഡി ഉലൂവയിലെ ചതി അവന്റെ മനസ്സിലൊരു കറുത്ത മുദ്രയായി പതിഞ്ഞു. സ്പെയിൻ, സ്പാനിഷ് രാജാവ് ഫിലിപ്പ് രണ്ടാമൻ, അവർ അവന്റെ ശത്രുക്കളായി. അതൊരു വ്യക്തിപരമായ പകയായി മാറി. തന്റെ നഷ്ടപ്പെട്ട സമ്പത്തിനും മരിച്ചുപോയ കൂട്ടുകാർക്കും ഏറ്റ അപമാനത്തിനും അവൻ പകരം ചോദിക്കുമെന്ന് ആ നിമിഷം ശപഥം ചെയ്തു. ഇംഗ്ലണ്ടിലെ രാജ്ഞി എലിസബത്ത് ഈ വാർത്ത കേട്ടു. അവർ രോഷാകുലയായി. പക്ഷേ സ്പെയിനുമായി തുറന്ന ഒരു യുദ്ധത്തിന് അവർ തയ്യാറായിരുന്നില്ല. സ്പെയിൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരു യുദ്ധം ഇംഗ്ലണ്ടിന് താങ്ങാനാവില്ല. അതുകൊണ്ട് അവർ നിശബ്ദയായി. പക്ഷേ ഫ്രാൻസിസ് ഡ്രേക്ക് നിശബ്ദനായിരിക്കാൻ തയ്യാറായിരുന്നില്ല. രാജ്ഞിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും. അതൊരു തുറന്ന യുദ്ധമായിരിക്കില്ല, അതൊരു നിഴൽ യുദ്ധമായിരിക്കും. കടലിൽ വെച്ച് സ്പെയിനെതിരെ ഒരു ഗെറില്ല യുദ്ധം. അവൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കടലിന്റെ വ്യാഴി എൽ ഡ്രാക്കോ ജനിക്കാൻ പോകുകയായിരുന്നു. സാൻ ഹ്യുവാൻ ഡി ഉലൂവയിലെ ചാരത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവൻ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അവന്റെ ലക്ഷ്യം ഒന്നേയുണ്ടായിരുന്നുള്ളൂ: പ്രതികാരം. പ്ലിമത്തിലെ തണുത്ത കാട്ടിൽ ഒരുതരം മൂകതയുണ്ടായിരുന്നു. ഡ്രേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പക്ഷേ അവന്റെ കൂടെ ആരവങ്ങളുണ്ടായിരുന്നില്ല, ആഘോഷങ്ങളുണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ കടലിന്റെ ആഴവും മനസ്സിലടങ്ങാത്ത പകയുടെ തീയും മാത്രം. സാൻ ഹ്യുവാൻ ഡി ഉലൂവയിലെ ചതി അവനെ മാറ്റിമറിച്ചിരുന്നു. സ്വർണത്തോടുള്ള മോഹം എന്നതിലുപരി സ്പെയിനിനോടുള്ള പ്രതികാരമായിരുന്നു ഇനി അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഇന്ധനം. അവൻ രാവും പകലും ചിന്തയിലാണ്ടു. എങ്ങനെ സ്പെയിനിനെ വേദനിപ്പിക്കാനാകും? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം. അവരുടെ കപ്പലുകൾ 7 കടലുകളും ഭരിക്കുന്നു. അവരുടെ ഖജനാവുകൾ അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു തുറന്ന യുദ്ധത്തിന് ഇംഗ്ലണ്ട് തയ്യാറല്ല. രാജ്ഞിക്കത് സാധ്യമല്ല. അപ്പോൾ പിന്നെ തനിക്ക് മുന്നിലുള്ള വഴി എന്താണ്? അവൻ പഴയ ഭൂപടങ്ങൾ നിവർത്തിവെച്ചു. നാവികർ പറഞ്ഞ കഥകൾ ഓർത്തെടുത്തു. സ്പെയിനിന്റെ ശക്തി അവരുടെ വലിയ സൈന്യത്തിലും കപ്പൽ വ്യൂഹത്തിലുമാണ്. പക്ഷേ ഏതൊരു വലിയ ചങ്ങലയ്ക്കും ദുർബലമായൊരു കണ്ണിയുണ്ടാകും. സ്പെയിനിന്റെ ആ ദുർബലമായ കണ്ണി അവരുടെ സമ്പത്തിന്റെ ഉറവിടത്തിലേക്കുള്ള വഴിയായിരുന്നു. പെറുവിൽ നിന്നും ബൊളീവിയയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന വെള്ളി പനാമ കടലിടുക്കിലൂടെ കരമാർഗം കൊണ്ടുപോയി അറ്റ്ലാന്റിക് തീരത്തുള്ള നോംബ്രെ ദി ഡിയോസ് എന്ന തുറമുഖത്തെത്തിക്കുന്നു. അവിടെ നിന്നും വലിയ കപ്പലുകളിൽ സ്പെയിനിലേക്ക്. ആ നീണ്ട വഴികളിൽ എവിടെയെങ്കിലും ഒരു വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ ചിന്ത അവനെ ഒരു പുതിയ ലോകത്തേക്ക് നയിച്ചു. ഒരുപക്ഷെ തോൽപ്പിക്കാനാവാത്ത ശത്രുവിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുമായി മുഖാമുഖം നിൽക്കാതിരിക്കുന്നതാണ്. ഒരു നിഴലായി മാറുക, അവരുടെ പിന്നിലൂടെ സഞ്ചരിക്കുക, അവർ പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രഹരമേൽപ്പിക്കുക. ഈ ആശയം അവൻ രാജ്ഞിയുടെ വിശ്വസ്തരായ ചില ഉപദേഷ്ടാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അവർക്കും സ്പെയിനിനോട് പകയുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് പുറത്തു കാണിക്കാൻ കഴിയാതിരുന്നു. ഡ്രേക്കിന്റെ പദ്ധതി അവർക്കിഷ്ടപ്പെട്ടു. രാജ്ഞിയുടെ അറിവോടെ, പക്ഷേ ഔദ്യോഗികമായ ഒരു പിന്തുണയുമില്ലാതെ ഡ്രേക്കിന് ഒരു ലെറ്റർ ഓഫ് റിപ്രൈസൽ ലഭിച്ചു. അതായത് സ്പാനിഷ് കപ്പലുകളെയും കോളനികളെയും ആക്രമിക്കാനും കൊള്ളയടിക്കാനുമുള്ള ഒരു രഹസ്യ അനുമതി. പിടിക്കപ്പെട്ടാൽ രാജ്ഞിക്ക് കൈമലർത്താം. ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു കടൽ കൊള്ളക്കാരനാണ്. ഞങ്ങൾക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല. വിജയിച്ചാലോ കൊള്ളയുടെ ഒരു വലിയ പങ്ക് കിരീടത്തിനും ലഭിക്കും. അതൊരു ഇരുതലമൂർച്ചയുള്ള വാളായിരുന്നു. ഡ്രേക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവനിനി രാജ്ഞിയുടെ രഹസ്യ കടൽ കൊള്ളക്കാരനാണ്. 1570 അവൻ തന്റെ ആദ്യത്തെ രഹസ്യയാത്ര തുടങ്ങി. 2 ചെറിയ കപ്പലുകളുമായി, വളരെ കുറച്ച് നാവികരുമായി അവൻ വീണ്ടും കരീബിയൻ കടലിലേക്ക് തിരിച്ചെത്തി. ഇത്തവണ അവന്റെ ലക്ഷ്യം കൊള്ളയടിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് പഠിക്കുക എന്നതായിരുന്നു. സ്പാനിഷ് കപ്പലുകളുടെ യാത്രാവഴികൾ, അവരുടെ കാവൽ രീതികൾ, തുറമുഖങ്ങളുടെ ഘടന, കാറ്റിന്റെയും കടലൊഴുക്കിന്റെയും സ്വഭാവം. അവനൊരു ചാരനെ പോലെ എല്ലാം ഒപ്പിയെടുത്തു. ആരും അറിയാതെ അവൻ ആ തീരങ്ങളിൽ വന്നും പോയുമിരുന്നു. അടുത്ത വർഷം 1571 അവൻ വീണ്ടും യാത്ര തിരിച്ചു. ഇത്തവണ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു. പനാമയുടെ തീരങ്ങളിൽ അവൻ രഹസ്യമായി കപ്പലടുപ്പിച്ചു. അവിടത്തെ ഘോരവനങ്ങളിലേക്ക് അവൻ കാലെടുത്തുവെച്ചു. ആ യാത്രയിലാണ് അവന്റെ ജീവിതത്തിലെ നിർണായകമായൊരു കൂട്ടുകെട്ട് രൂപപ്പെടുന്നത്. ആ വനങ്ങളിൽ സ്പാനിഷ് ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയെത്തിയ അടിമകളുടെ ഒരു സമൂഹം ജീവിച്ചിരുന്നു. സിമറോണുകൾ എന്നായിരുന്നു സ്പെയിൻകാർ അവരെ വിളിച്ചിരുന്നത്. അവർ ആ വനത്തിന്റെ മക്കളായിരുന്നു. സ്പെയിൻകാരോട് അവർ കടങ്ങാത്ത പകയുണ്ടായിരുന്നു.
തങ്ങളെ ചങ്ങലയിട്ട തങ്ങളുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ആ ഭരണകൂടത്തെ തകർക്കാനൊരവസരത്തിനായി അവർ കാത്തിരുന്നു. ഡ്രേക്ക് അവരെ കണ്ടുമുട്ടി. ആദ്യം അവർ അവനെ സംശയത്തോടെയാണ് നോക്കിയത്. വെളുത്ത തൊലിയുള്ള മറ്റൊരു അടിമക്കച്ചവടക്കാരൻ. പക്ഷേ ഡ്രേക്ക് അവരോട് സംസാരിച്ചു. സ്പാനിഷ് ഭാഷയിൽ അവൻ തന്റെ കഥ പറഞ്ഞു. സാൻ ഹുവാൻ ഡി ഉലൂവയിലെ ചതിയുടെ കഥ. സ്പെയിൻ തങ്ങളുടെയും പൊതുവായ ശത്രുവാണെന്ന് അവൻ അവരെ ബോധ്യപ്പെടുത്തി. സിമറോണുകളുടെ നേതാവ് പെഡ്രോ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ മനുഷ്യൻ ഡ്രേക്കിന്റെ കണ്ണുകളിലെ പക തിരിച്ചറിഞ്ഞു. ഒരേ വേദന അനുഭവിക്കുന്നവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. അവർക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുത്തു. അതൊരു സാധാരണ സൗഹൃദമായിരുന്നില്ല. പക കൊണ്ട് ഊട്ടിയുറപ്പിച്ചൊരു ബന്ധമായിരുന്നു. സിമറോണുകൾക്ക് ആ കാടുകൾ സ്വന്തം കൈരേഖകൾ പോലെ പരിചിതമായിരുന്നു. സ്പെയിൻകാരുടെ ഓരോ നീക്കവും അവർക്കറിയാമായിരുന്നു. പെറുവിൽ നിന്നും വരുന്ന വെള്ളി നിറച്ച കോവർ കഴുതകളുടെ കൂട്ടം, ദ സിൽവർ ട്രെയിൻ, കടന്നുപോകുന്ന രഹസ്യ വഴികൾ, നോംബ്രെ ഡിഡിയോസിലെ ഖജനാവ് സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഘടന, കാവൽക്കാരുടെ എണ്ണം, വിലപ്പെട്ട വിവരങ്ങൾ അവർ ഡ്രേക്കിന് കൈമാറി. ഡ്രേക്ക് അവർക്ക് വാക്ക് നൽകി. താൻ നേടുന്ന സമ്പത്തിന്റെ ഒരു പങ്ക് അവർക്കും നൽകുമെന്ന്. അതിലുപരി സ്പെയിനിനെതിരെയുള്ള പോരാട്ടത്തിൽ താനെന്നും കൂടെ ഉണ്ടാകുമെന്നും. ആ കാടിന്റെ പച്ചപ്പിൽ ഈർപ്പമുള്ള മണ്ണിൽ ചവിട്ടിനിന്ന് ഫ്രാൻസിസ് ഡ്രേക്ക് തന്റെ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി. അവന്റെ ലക്ഷ്യമിനി വ്യക്തമായിരുന്നു. നോംബ്രെ ഡിഡിയോസ്, സ്പെയിനിന്റെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കൊരു മിന്നലാക്രമണം. വിവരങ്ങളെല്ലാം ശേഖരിച്ച് അവൻ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ അവന്റെ കയ്യിൽ ഒരു സ്വപ്നം മാത്രമല്ല, വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവന് കൂട്ടായി കാടിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ജനതയുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ സാൻ ഹുവാൻ ഡി ഉരൂവയിലെ തീയും പുകയും അപ്പോഴും അണഞ്ഞിരുന്നില്ല. 1572 മെയ് 24 പ്ലിമത്തുറമുഖത്ത് 2 ചെറിയ കപ്പലുകൾ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു. പാഷ, സ്വാൻ. വെറും 73 നാവികർ. പുറമേ നോക്കുന്നവർക്ക് അതൊരു സാധാരണ വ്യാപാരയാത്രയായിട്ടേ തോന്നൂ. പക്ഷേ ആ കപ്പലുകളുടെ ഉള്ളറകളിൽ റെസാബോണത്തിൻ വീതി സൂക്ഷിച്ചുവെച്ച 3 ചെറിയ പായ്ക്കപ്പലുകളും ആയുധങ്ങളും പിന്നെ 73 മനസ്സുകളിൽ എരിയുന്ന പ്രതികാരത്തിന്റെ തീയുമുണ്ടായിരുന്നു. കപ്പിത്താന്റെ പേര് ഫ്രാൻസിസ് ഡ്രേക്ക്. അവന്റെ പ്രായം ഏകദേശം 30. കപ്പലുകൾ മെല്ലെ തുറമുഖം വിടുമ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ അവന്റെ ഭാര്യ മേരി ന്യൂമാൻ അവനെ നോക്കുന്നുണ്ടാവാം. 2 വർഷം മുൻപായിരുന്നു അവരുടെ വിവാഹം. ഒരു നാവികന്റെ ഭാര്യയുടെ ജീവിതം എപ്പോഴും കാത്തിരിപ്പിൻ്റേതാണ്. തിരമാലകൾക്കപ്പുറത്തേക്ക് പോയ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത കാത്തിരിപ്പ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ചരിത്രത്തിലെ വലിയ യാത്രകളുടെയും യുദ്ധങ്ങളുടെയും പിന്നിൽ ആരും അറിയാതെ പോകുന്ന ഇത്തരം നിശബ്ദമായ കാത്തിരിപ്പുകളുണ്ടെന്ന്? ഡ്രേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ നോട്ടം ദൂരെ അറ്റ്ലാന്റിക്കിന്റെ വിശാലതയിലായിരുന്നു. അവന്റെ മനസ്സിൽ പനാമയിലെ കാടുകളും നോംബ്രെ ഡിഡിയോസ് എന്ന പട്ടണവും അവിടെ കാത്തിരിക്കുന്ന സ്പാനിഷ് സ്വർണവുമായിരുന്നു. ഇതൊരു സാധാരണ കൊള്ളയടിക്കൽ യാത്രയായിരുന്നില്ല. അതൊരു പ്രഖ്യാപനമായിരുന്നു. സ്പെയിനിന്റെ കടലുകളിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന്മേൽ ഒരു ഇംഗ്ലീഷ് നാവികൻ ഉയർത്തുന്ന വെല്ലുവിളി. അതൊരു ധൈര്യമായിരുന്നോ അതോ വിഡ്ഢിതമോ? കടലിന് മാത്രമേ അതിനുത്തരമുണ്ടായിരുന്നുള്ളൂ. യാത്ര സുഗമമായിരുന്നു. കൊടുങ്കാറ്റുകളോ മറ്റ് തടസ്സങ്ങളോ ഉണ്ടായില്ല. 1 മാസവും ഏതാനും ദിവസങ്ങളും കൊണ്ട് അവർ കരീബിയൻ തീരത്തെത്തി. അവർ തങ്ങളുടെ താവളമാക്കിയത് ആരും ശ്രദ്ധിക്കാത്ത മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നൊരു ഉൾക്കടലായിരുന്നു. അവിടെ വെച്ച് അവർ കപ്പലിൽ നിന്നും ആ പായ്ക്കപ്പലുകളുടെ ഭാഗങ്ങൾ പുറത്തെടുത്ത് അവർ കൂട്ടിയോജിപ്പിക്കാൻ തുടങ്ങി. ഈ ചെറിയ പായ്ക്കപ്പലുകൾക്കാണിനി പ്രധാനപ്പെട്ട ദൗത്യം. വലിയ കപ്പലുകൾക്ക് പറന്നു ചെല്ലാൻ കഴിയാത്ത തീരങ്ങളോടും ആഴം കുറഞ്ഞ പുഴകളോടും ചേർന്ന് സഞ്ചരിക്കാൻ അവയ്ക്ക് കഴിയും. അവിടെ വെച്ച് അവർക്ക് ആദ്യത്തെ തിരിച്ചടി കിട്ടി. ജോൺ ഗാരറ്റ് എന്ന നാവികൻ രോഗം ബാധിച്ചു മരിച്ചു. ഒരു യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന മരണം അതൊരു ദുശ്ശകുനമായി നാവികർ കരുതി. അവരുടെ മനോവീര്യം കുറയുന്നത് ഡ്രേക്ക് ശ്രദ്ധിച്ചു. അന്നൊരു രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഡ്രേക്ക് കപ്പലിന്റെ തട്ടിൽ ഒറ്റയ്ക്കിരുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ദൂരെ കാടിന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന അപരിചിതമായ ശബ്ദങ്ങൾ. അവന്റെ മനസ്സിൽ ഒരുപക്ഷെ തോമസ് എന്ന ആ പഴയ നാവികന്റെ മുഖം തെളിഞ്ഞിരിക്കാം. നക്ഷത്രങ്ങളാണ് നിന്റെ കൂട്ടുമോനെ എന്ന ആ വാക്കുകൾ അവൻ ഓർത്തു. അവൻ തന്നോട് തന്നെ സംസാരിച്ചിരിക്കുമോ? ഇല്ല ഫ്രാൻസിസ്, തളരരുത്. നീ ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു. ഇത് നിന്റെ മാത്രം യുദ്ധമല്ല, സാൻഹുവാനിൽ മരിച്ചു വീണ് നിന്റെ കൂട്ടുകാരുടെ യുദ്ധം കൂടിയാണ്. അവൻ തന്റെ സഹോദരനായ ജോൺ ഡ്രേക്കിനെ വിളിച്ചുണർത്തി. അവനും ആ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് ആകാശത്തേക്ക് നോക്കിയിരുന്നു. വാക്കുകൾ കുറവായിരുന്നു, പക്ഷെ ആ നിശബ്ദതകളിൽ അവർ പരസ്പരം ധൈര്യം കൈമാറുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഡ്രേക്ക് തന്റെ നാവികരെ ഒരുമിച്ചു കൂട്ടി. അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. നമ്മൾ വെറും കൊള്ളക്കാരല്ല, നമ്മൾ ഇംഗ്ലണ്ടിന്റെ അഭിമാനമാണ്. നമ്മൾ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു. ആ വാക്കുകൾ അവരിൽ പുതിയൊരു ഊർജം നിറച്ചു.
അവർ സിമറോണുകളുമായി ബന്ധം സ്ഥാപിച്ചു. പെഡ്രോയും കൂട്ടരും അവരെ കാത്തിരിക്കുകയായിരുന്നു. അവരൊരുമിച്ച് ആക്രമണത്തിനുള്ള പദ്ധതികൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്തു. ജൂലൈ മാസത്തിൽ ഒരു രാത്രി, നിലാവില്ലാത്ത രാത്രി, ആക്രമണത്തിനായി തിരഞ്ഞെടുത്തു. 3 പായ്ക്കപ്പലുകളിലായി ഡ്രേക്കും അവന്റെ തിരഞ്ഞെടുത്ത നാവികരും ഒപ്പം സിമറോൺ പോരാളികളും നോംബ്രെ ഡിഡിയോസ് ലക്ഷ്യമാക്കി തുഴഞ്ഞു. കാറ്റിന്റെ ശബ്ദം മാത്രം, തുഴകൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം. എല്ലാവരുടെയും ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ധീരമായ കൊള്ളകളിലൊന്നിനാണ് അവർ തുടക്കം കുറിക്കുന്നത്. പക്ഷെ അവരത് അറിഞ്ഞിരുന്നില്ല. അവർക്ക് മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, നോംബ്രെ ഡിഡിയോസിലെ ഖജനാവ്. ഇരുട്ടിന് ഒരു കനമുണ്ടായിരുന്നു. തുഴകൾ വെള്ളത്തിൽ വീഴുമ്പോൾ കേൾക്കുന്ന നേർത്ത ശബ്ദം പോലും ഉച്ചത്തിലാണെന്ന് അവർക്ക് തോന്നി. നോംബ്രെ ഡിഡിയോസ് എന്ന പട്ടണം ഒരു നിഴൽ പോലെ ദൂരെ തെളിഞ്ഞു വന്നു, ഉറങ്ങുന്ന ഒരു ഭീമനെ പോലെ. നിലാവിന്റെ നേർത്ത വെളിച്ചത്തിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ വെട്ടിത്തിളങ്ങി. പട്ടണത്തിൽ നിന്നും പ്രത്യേകിച്ചൊരു ശബ്ദവും കേൾക്കാനില്ല. ഇടയ്ക്കിടെ കാറ്റിൽ ഭേശ വരുന്ന കടലിരമ്പം മാത്രം. പദ്ധതി വളരെ ലളിതമായിരുന്നു. ഡ്രേക്ക് തന്റെ ആളുകളെ രണ്ടായി തിരിച്ചു. ഒരു ചെറിയ സംഘം അവന്റെ സഹോദരൻ ജോണിന്റെ നേതൃത്വത്തിൽ പട്ടണത്തിന്റെ കിഴക്കേയറ്റത്ത് ഒരു ബഹളമുണ്ടാക്കണം. കാവൽക്കാരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുകയെന്നതായിരുന്നു ലക്ഷ്യം. അതേസമയം ഡ്രേക്കും പ്രധാന സംഘവും സിമറോൺ വഴികാട്ടികളോടൊപ്പം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തേക്ക്, മാർക്കറ്റ് സ്ക്വയറിലേക്ക് മുന്നേറും. അവിടെയാണ് സ്പെയിൻ രാജാവിന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന കെട്ടിടം. തീരത്തോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളുടെ മറവിൽ അവർ പായ്ക്കപ്പലുകൾ ഒതുക്കി. ചെളിയിലും വെള്ളത്തിലും ചവിട്ടി അവർ കരയിലേക്ക് കയറി. അവരുടെ കാലടികൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ചീവീടുകളുടെ നിർത്താതെയുള്ള സംഗീതവും ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നിലാവും. ആ അന്തരീക്ഷത്തിൽ ഒരുതരം വന്യമായ സൗന്ദര്യമുണ്ടായിരുന്നു. പക്ഷേ ആരും അത് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ഓരോരുത്തരുടെയും ഞരമ്പുകളിൽ ഭയവും പ്രതീക്ഷയും ഒരുപോലെ പ്രവഹിച്ചു. ഡ്രേക്ക് ഒരാംഗ്യം കാണിച്ചു. ജോണും സംഘവും നിഴലുകൾക്കിടയിലൂടെ കിഴക്കോട്ട് മറഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദത. ഡ്രേക്ക് ആകാശത്തേക്ക് നോക്കി. ഒരുപക്ഷെ ഇംഗ്ലണ്ടിലിരുന്ന് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യയുടെ മുഖം അവൻ ഓർത്തു കാണുമോ? അതോ സാൻ ഹുവാൻ ഡി ഉലൂവയിൽ മരിച്ചു വീണ കൂട്ടുകാരുടെ മുഖങ്ങളായിരുന്നോ അവന്റെ മനസ്സിൽ? പെട്ടെന്ന് പട്ടണത്തിന്റെ കിഴക്കേ അറ്റത്തു നിന്നും ഒരു കാഹള ശബ്ദമുയർന്നു. പിന്നാലെ ഒരു വെടിയൊച്ച, പിന്നെ തുടർച്ചയായ ആരവങ്ങൾ. പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. പട്ടണത്തിലെ പള്ളിമണി സ്ബീസലെ അടിക്കാൻ തുടങ്ങി. ഉറങ്ങിക്കിടന്ന പട്ടാളം ഉണർന്നു. ബഹളം കേട്ട ഭാഗത്തേക്ക് അവർ ഓടുന്നത് ഡ്രേക്കിന് കാണാമായിരുന്നു. ഇതാണ് സമയം, അവൻ മന്ത്രിച്ചു. ഡ്രേക്കും സംഘവും പട്ടണത്തിന്റെ ശൂന്യമായ തെരുവുകളിലൂടെ അതിവേഗം മുന്നോട്ട് കുതിച്ചു. സിമറോൺ പോരാളികൾ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പൂച്ചകളെപ്പോലെയാണ് നീങ്ങിയിരുന്നത്. മാർക്കറ്റ് സ്ക്വയർ വിജനമായിരുന്നു. നടുവിലായി ഒരു ചെറിയ ജലധാര, അതിനപ്പുറം ആ വലിയ കെട്ടിടം, ഖജനാവ്. അതിന്റെ ഭീമാകാരമായ മരവാതിലുകൾ അടഞ്ഞുകിടക്കുന്നു. അവർ വാതിലിനടുത്തേക്ക് ഓടി. മഴുവും ഇരുമ്പുദണ്ടുകളും ഉപയോഗിച്ച് അവർ ആ വാതിൽ തകർക്കാൻ തുടങ്ങി. ഓരോ പ്രഹരവും രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. ഉള്ളിൽ നിന്നും സ്പാനിഷ് കാവൽക്കാരുടെ അലർച്ചകൾ കേൾക്കാം. അവർ തിരിച്ചു വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ ഡ്രേക്കിന്റെ ആളുകൾ തയ്യാറായിരുന്നു. അവർ കവചങ്ങൾ തീർത്ത് മുന്നോട്ടു നീങ്ങി. ഒടുവിൽ ആ വലിയ വാതിൽ ഒരു ഞെരക്കത്തോടെ തുറന്നു. ഡ്രേക്കും സംഘവും അകത്തേക്ക് ഇരച്ചുകയറി. ഒരു നിമിഷം അവർ കണ്ട കാഴ്ചയിൽ സ്തബ്ധരായി നിന്നുപോയി. ആ വലിയ മുറി ഏതാണ്ട് ശൂന്യമായിരുന്നു. ഒരു മൂലയിൽ കുറച്ച് ഇരുമ്പ് പെട്ടികൾ, അല്ലാതെ അവർ പ്രതീക്ഷിച്ച സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ഒരു കണിക പോലുമില്ല. എന്തായിരിക്കും ആ നിമിഷം ഡ്രേക്കിന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക? മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ്, അപകടങ്ങൾ നിറഞ്ഞ യാത്ര, ജീവൻ പണയം വെച്ചുള്ള ഈ ആക്രമണം എല്ലാം വെറുതെയായോ? അവന്റെ മുഖത്ത് നിരാശ പടർന്നു. ഇവിടെ ഒന്നുമില്ല കപ്പിത്താൻ, ഒരു നാവികൻ നിരാശയോടെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് സിമറോൺ നേതാവായ പെഡ്രോ അടുത്തുള്ള മറ്റൊരു വലിയ കലവറയിലേക്ക് വിരൽ ചൂണ്ടിയത്. അവർ അങ്ങോട്ട് ഓടിച്ചെന്നു. ആ വാതിൽ തകർത്തപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു. അതൊരു അത്ഭുത ലോകം പോലെയായിരുന്നു. മുറി നിറയെ വെള്ളിത്തിളക്കം, തറയിൽ നിന്നും മേൽക്കൂരയോളം അടുക്കി വെച്ചിരിക്കുന്ന വെള്ളിക്കട്ടകൾ, പെറുവിൽ നിന്നും കൊണ്ടുവന്ന ശുദ്ധമായ വെള്ളി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സ്പെയിനിന്റെ ഒരു വർഷത്തെ സമ്പത്ത് മുഴുവൻ ആ മുറിയിലുണ്ടായിരുന്നു. നാവികർ ആർത്തു വിളിച്ചു. അവർ ആ വെള്ളിക്കട്ടകളിൽ തൊട്ടുനോക്കി. പക്ഷെ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു വെള്ളിക്കട്ടയ്ക്ക് തന്നെ 50 പൗണ്ടിലധികം ഭാരമുണ്ടായിരുന്നു. ഒന്നും എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല, അത്രയധികം ഭാരം. വിധി ചിലപ്പോൾ അങ്ങനെയാണല്ലേ?
കൺമുന്നിൽ ലോകത്തിന്റെ മുഴുവൻ സമ്പത്തും കാണിച്ചു തരും, പക്ഷെ ഒന്ന് തൊടാൻ പോലും അനുവദിക്കില്ല. നാവികർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ഡ്രേക്ക് ഒരു നിമിഷം ആലോചിച്ചു. ഈ വെള്ളിക്കട്ടകൾ ഇവിടെ ഉപേക്ഷിച്ച് പട്ടണത്തിൽ നിന്നും കൊള്ളയടിക്കാൻ കഴിയുന്നത് എന്തെങ്കിലും കണ്ടെത്താം. അവൻ പുറത്തേക്കോടി. മാർക്കറ്റ് സ്ക്വയറിൽ അപ്പോഴേക്കും സ്പാനിഷ് പട്ടാളക്കാർ തിരിച്ചെത്തിയിരുന്നു. ഇരുഭാഗവും തമ്മിൽ ഒരു ചെറിയ യുദ്ധം തന്നെ തുടങ്ങി. വെടിയൊച്ചകളും വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും. ആ ബഹളത്തിനിടയിൽ ഒരു സ്പാനിഷ് സൈനികന്റെ തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ വെടിയുണ്ട ഡ്രേക്കിന്റെ കാലിൽ തറച്ചു. അതൊരാഴത്തിലുള്ള മുറിവായിരുന്നു. വേദന കൊണ്ടവൻ പുളഞ്ഞുപോയി. പക്ഷേ അവനത് പുറത്തു കാണിച്ചില്ല. തന്റെ നേതാവ് വീണാൽ സംഘത്തിന്റെ മനോവീര്യം തകരുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ തന്റെ തൂവാലയെടുത്ത് മുറിവ് മുറുക്കി കെട്ടി ഒന്നും സംഭവിക്കാത്തതുപോലെ പോരാട്ടം തുടർന്നു. പക്ഷേ രക്തം വാർന്നു പോകുന്നത് അവനെ ക്ഷീണിപ്പിച്ചു. അവന്റെ മുഖം വിളറി. നിലത്ത് വീണ രക്തത്തുള്ളികൾ ഒരു സിമറോൺ പോരാളി കണ്ടു. കപ്പിത്താൻ മുറിവീറ്റു, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഞെട്ടി. അവർ ഡ്രേക്കിനെ സൂഴ്ന്നു. അവന്റെ അവസ്ഥ മോശമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനിയും ഇവിടെ നിന്നാൽ കപ്പിത്താന്റെ ജീവൻ അപകടത്തിലാകും. ഒരുപക്ഷെ എല്ലാവരും കൊല്ലപ്പെടും. സമ്പത്തിനേക്കാൾ വലുത് തങ്ങളുടെ നേതാവിന്റെ ജീവനാണെന്ന് അവർ തീരുമാനിച്ചു. നമുക്ക് പിൻവാങ്ങാം കപ്പിത്താൻ, അവന്റെ സഹോദരൻ ജോൺ പറഞ്ഞു. ഇല്ല, ഞാൻ ഈ ഒഴിഞ്ഞ കൈയോടെ മടങ്ങില്ല. ഡ്രേക്ക് പാശുപിടിച്ചു. അവന്റെ കണ്ണുകളിൽ അപ്പോഴും പകയുടെ തീ അണഞ്ഞിരുന്നില്ല. പക്ഷേ നാവികർ അവനെ അനുസരിച്ചില്ല. അവർ അവനെ താങ്ങിയെടുത്ത് പിൻവാങ്ങാൻ തുടങ്ങി. മുറിവേറ്റ ഡ്രേക്കിനെയും കൊണ്ട് വെടിയുണ്ടകൾക്കിടയിലൂടെ അവർ പട്ടണത്തിന്റെ തെരുവുകളിലൂടെ തിരിഞ്ഞോടി. ഖജനാവിലെ ഭീമമായ വെള്ളിക്കട്ടകളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു വേദനയായി അവരുടെ മനസ്സിൽ തങ്ങി നിന്നു. അവർ തങ്ങളുടെ പായ്ക്കപ്പലുകൾ ഒളിപ്പിച്ചുവെച്ച തീരത്തെത്തി. സ്പാനിഷ് പട്ടാളക്കാർക്ക് അവരെ പിന്തുടർന്നെത്താനായില്ല. കിതച്ചും തളർന്നും അവർ കപ്പലുകളിൽ കയറി. ഇരുട്ടിലേക്ക് അവർ തുഴഞ്ഞു നീങ്ങുമ്പോൾ നോംബ്ര ഡി ഗിയോസ് എന്ന പട്ടണം ഒരു തീഗോളം പോലെ കത്തുന്നുണ്ടായിരുന്നു. നോംബ്ര ഡി ഡിയോസിലെ ആക്രമണം ഒരു പരാജയമായിരുന്നു. അവർക്കൊരു സ്വർണ്ണ നാണയം പോലും കിട്ടിയില്ല. അവരുടെ നേതാവിന് ഗുരുതരമായി പരിക്കേറ്റു. പക്ഷെ മറ്റൊരു തരത്തിൽ അതൊരു വിജയമായിരുന്നു. വെറും 73 പേരുള്ള ഒരു സംഘം സ്പെയിനിന്റെ അജേയത എന്ന മിഥ്യാപ്രേരണയ്ക്ക് ഏറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു അത്. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന പേര് കരീബിയൻ തീരങ്ങളിൽ ഒരു ഭീതിയോടെ ഉച്ചരിക്കപ്പെടാൻ തുടങ്ങി. സ്പെയിൻകാർ അവനൊരു പുതിയ പേര് നൽകി, എൽ ഡ്രാക്കോ, വ്യാളി. തങ്ങളുടെ രഹസ്യതാവളത്തിൽ തിരിച്ചെത്തിയ ഡ്രേക്ക് ദിവസങ്ങളോളം കിടപ്പിലായിരുന്നു. മുറിവ് പഴുത്തു, പനി അവനെ വാട്ടിയത്. കൂടെയുണ്ടായിരുന്ന സർജൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ രാവും പകലും പരിശ്രമിച്ചു. ആ കിടക്കയിൽ പനിയുടെ മയക്കത്തിൽ അവൻ വീണ്ടും വീണ്ടും ആ വെള്ളിക്കട്ടകൾ സ്വപ്നം കണ്ടു. കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടുപോയ ആ മഹാസമ്പത്ത്. പക്ഷേ പരാജയം സമ്മതിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവന്റെ മനസ്സിൽ പുതിയൊരു പദ്ധതി രൂപമെടുക്കുകയായിരുന്നു. നോംബ്ര ഡി ഡിയോസിലെ കെട്ടിടം ഒരു കോട്ടയാണ്. അത് തകർക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കോട്ടയിലേക്ക് സമ്പത്തൊഴുകിയെത്തുന്ന ഒരു ഞരമ്പുണ്ട്. പനാമയുടെ ഇടുങ്ങിയ കരയിലൂടെ പെറുവരെ വെള്ളിയുമായി വരുന്ന കോവർ കഴുതകളുടെ ആ നീണ്ട നിര, സിൽവർ ട്രെയിൻ. അതിനെ വഴിയിൽ വെച്ച് ആക്രമിക്കുക, അതായിരുന്നു പുതിയ പദ്ധതി. തങ്ങളുടെ രഹസ്യതാവളത്തിൽ തിരിച്ചെത്തിയ ഡ്രേക്ക് ദിവസങ്ങളോളം കിടപ്പിലായിരുന്നു. മുറിവ് പഴുത്തു, പനി അവനെ വാട്ടിയത്. കൂടെയുണ്ടായിരുന്ന സർജൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ രാവും പകലും പരിശ്രമിച്ചു. ആ കിടക്കയിൽ പനിയുടെ മയക്കത്തിൽ അവൻ വീണ്ടും വീണ്ടും ആ വെള്ളിക്കട്ടകൾ സ്വപ്നം കണ്ടു. കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടപ്പെട്ടുപോയ ആ മഹാസമ്പത്ത്. പക്ഷേ പരാജയം സമ്മതിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവന്റെ മനസ്സിൽ പുതിയൊരു പദ്ധതി രൂപമെടുക്കുകയായിരുന്നു. നോംബ്ര ഡി ഡിയോസിലെ ഖജനാവ് കിട്ടിയില്ലെങ്കിൽ എന്ത്? ആ ഖജനാവിലേക്ക് വെള്ളിയെത്തുന്ന വഴി തടഞ്ഞാലോ? ആ കോവർ കഴുതകളുടെ കൂട്ടത്തെ, ആ സിൽവർ ട്രെയിനിനെ കാടിന്റെ നടുവിലിട്ട് പിടിച്ചാലോ? ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന വ്യാളിയുടെ നിഴൽ പനാമയുടെ കാടുകൾക്ക് മുകളിൽ പതിയെ പതിയെ പരക്കുകയായിരുന്നു. അവന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, അത് തുടങ്ങുകയായിരുന്നു. ആ രഹസ്യതാവളത്തിലെ ഈർപ്പമുള്ള കാറ്റിന് പച്ചമരുന്നുകളുടെ ഗന്ധമുണ്ടായിരുന്നു. ഡ്രേക്കിന്റെ കാലിലെ മുറിവ് പതിയെ ഉണങ്ങാൻ തുടങ്ങി. പക്ഷെ അവന്റെ മനസ്സിലെ മുറിവ് കൂടുതൽ ആഴത്തിലായി. കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടപ്പെട്ട ആ വെള്ളിയുടെ മല അവന്റെ ഉറക്കത്തിൽ ഒരു ദുഃസ്വപ്നം പോലെ വന്നുപോയി. പരാജയം, ആ വാക്ക് അവനൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ കൂടുതൽ സമയവും സിമറോൺ നേതാവായ പെഡ്രോയോടൊപ്പം ചിലവഴിച്ചു. ആ കാടിന്റെ ആത്മാവറിഞ്ഞ മനുഷ്യൻ. ഡ്രേക്ക് അവരിൽ നിന്നും കാടിന്റെ ഭാഷ പഠിച്ചു.
ഏതൊക്കെ ഇലകൾക്ക് മുറിവുണക്കാൻ കഴിയും, ഏതൊക്കെ പഴങ്ങൾ വിഷമുള്ളതാണ്, മൃഗങ്ങളുടെ കാൽപ്പാടുകൾ എങ്ങനെ തിരിച്ചറിയാം, രാത്രിയിൽ എങ്ങനെ നിശബ്ദമായി സഞ്ചരിക്കാം. അതൊരു പുതിയ ലോകമായിരുന്നു. നക്ഷത്രങ്ങളെ നോക്കി ദിശ കണ്ടെത്തിയിരുന്ന നാവികന് ഇപ്പോൾ മരങ്ങളുടെ നിഴലുകൾ നോക്കി സമയം പറയാൻ കഴിയുമായിരുന്നു. കടലിന്റെ മകന് കാടും ഒരമ്മയായി മാറുകയായിരുന്നു. ഈ കാത്തിരിപ്പിന്റെ നാളുകളിൽ അവന്റെ സംഘത്തിൽ അസ്വസ്ഥതകൾ പടർന്നു. പലർക്കും നാട്ടിലേക്ക് മടങ്ങണമായിരുന്നു. ഈ പരാജയപ്പെട്ട യാത്ര അവസാനിപ്പിച്ച് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ഡ്രേക്ക് ഉറച്ചുനിന്നു. ഒഴിഞ്ഞ കൈയോടെ ഞാൻ മടങ്ങില്ല. സ്പെയിനിനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഈ കടൽ വിട്ടുപോകില്ല. അവന്റെ വാക്കുകളിലെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചു. അവന്റെ മനസ്സിൽ പുതിയ പദ്ധതി മെനയുകയായിരുന്നു. നോംബ്രെ ഡി ഡിയോസിലെ കെട്ടിടം ഒരു കോട്ടയാണ്. അത് തകർക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കോട്ടയിലേക്ക് സമ്പത്തൊഴുകിയെത്തുന്ന ഒരു ഞരമ്പുണ്ട്. പനാമയുടെ ഇടുങ്ങിയ കരയിലൂടെ പെറുവിലെ വെള്ളിയുമായി വരുന്ന കോവർ കഴുതകളുടെ ആ നീണ്ട നിര, സിൽവർ ട്രെയിൻ. അതിനെ വഴിയിൽ വെച്ച് ആക്രമിക്കുക, അതായിരുന്നു പുതിയ പദ്ധതി. പക്ഷേ ആ പദ്ധതിക്ക് കൂടുതൽ ആളുകൾ വേണമായിരുന്നു, കൂടുതൽ വിവരങ്ങൾ വേണമായിരുന്നു. 1572 അവസാന മാസങ്ങളിൽ അവർ ക്ഷമയോടെ കാത്തിരുന്നു. ഇടയ്ക്കിടെ ചെറിയ സ്പാനിഷ് കപ്പലുകളെ ആക്രമിച്ച് ഭക്ഷണവും മറ്റു സാധനങ്ങളും അവർ കണ്ടെത്തി. ഈ ചെറിയ വിജയങ്ങൾ നാവികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അങ്ങനെയിരിക്കെയാണ് ആ ദുരന്തമുണ്ടായത്. ഒരു ചെറിയ സ്പാനിഷ് കപ്പലുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഡ്രേക്കിന്റെ പ്രിയപ്പെട്ട അനുജൻ ജോൺ ഡ്രേക്ക് ഒരു വെടിയുണ്ടയേറ്റു മരിച്ചു. ആ വാർത്ത ഡ്രേക്കിന്റെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത്. അവന്റെ എല്ലാമെല്ലാമായിരുന്നു ജോൺ. അവന്റെ യാത്രകളിലെ നിഴലായിരുന്നു. ആ കാടിന്റെ നിശബ്ദതയിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അവൻ ഒരുപാട് കരഞ്ഞിരിക്കാം, ആരും കാണാതെ, ആരും കേൾക്കാതെ. ചരിത്രപുസ്തകങ്ങളിൽ അതൊരു വരി മാത്രമാണ്: ജോൺ ഡ്രേക്ക് ഒരു സ്പാനിഷ് വെടിയുണ്ടയേറ്റ് കൊല്ലപ്പെട്ടു എന്ന്. പക്ഷേ ഒരു സഹോദരന് അത് വെറുമൊരു വരിയല്ലല്ലോ, അല്ലേ? അത് പറിച്ചെറിയപ്പെട്ടൊരു ഭാഗമാണ്. അതോടെ ഡ്രേക്കിന്റെ പ്രതികാരം കൂടുതൽ വ്യക്തിപരമായി. അത് സാൻ ഹുവാൻ ഡി ഉലുവായിലി ചതിക്കുവേണ്ടി മാത്രമായിരുന്നില്ല ഇനി. അത് തന്റെ കൂടപ്പിറപ്പിന്റെ ജീവനു വേണ്ടിയുള്ള പകരം വീട്ടലായി മാറി. അവന്റെ കണ്ണുകളിലെ സൗമ്യത പൂർണ്ണമായും മാഞ്ഞു. പകരം അവിടെ തിളയ്ക്കുന്ന ലാവ പോലെ പക നിറഞ്ഞു. 1573 തുടക്കത്തിൽ ഗിയോം ലെ ടെസ്റ്റു എന്നൊരു ഫ്രഞ്ച് കടൽക്കൊള്ളക്കാരൻ തന്റെ കപ്പലുമായി ആ തീരത്തെത്തി. ഫ്രഞ്ചുകാരും സ്പെയിനിന്റെ ശത്രുക്കളായിരുന്നു. ഡ്രേക്കും ലെ ടെസ്റ്റുവും കണ്ടുമുട്ടി. അവർക്കൊരു പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നു. അവരൊരു സഖ്യമുണ്ടാക്കി. ഡ്രേക്കിന്റെ ഇംഗ്ലീഷ് നാവികരും ലെ ടെസ്റ്റുവിന്റെ ഫ്രഞ്ച് കൊള്ളക്കാരും പെഡ്രോയുടെ സിമിറോൺ പോരാളികളും അതൊരു അസാധാരണ കൂട്ടുകെട്ടായിരുന്നു. ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വ്യത്യസ്തരായ ആളുകൾ ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കുന്നത്. അവരുടെ സംയുക്ത ശക്തി സിൽവർ ട്രെയിനിനെ ആക്രമിക്കാൻ പര്യാപ്തമായിരുന്നു. സിമിറോൺ ചാരന്മാർ കൃത്യമായ വിവരം നൽകി. അടുത്ത പൗർണമി നാളുകളിൽ വലിയൊരു വെള്ളിശേഖരവുമായി കോവർ കഴുതകളുടെ സംഘം പനാമ സിറ്റിയിൽ നിന്നും നോംബ്രെ ഡി ഡിയോസിലേക്ക് യാത്ര തിരിക്കും. അവർ ആക്രമണത്തിനുള്ള സ്ഥലം കണ്ടെത്തി. പനാമ സിറ്റിയിൽ നിന്നും ഏതാനും മൈലുകളകലെ കാട് ഏറ്റവും ഇരുണ്ടു നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ വഴി രണ്ടായി പിരിയുന്നുണ്ടായിരുന്നു. ഒന്ന് നോംബ്രെ ഡി ഡിയോസിലേക്കും മറ്റൊന്ന് വെൻഡാക്രൂസസ് എന്ന ചെറിയ ഗ്രാമത്തിലേക്കും. ഒരു സിമിറോൺ ചാരനെ അവർ പനാമ സിറ്റിയിലേക്ക് അയച്ചു. അവൻ കോവർ കഴുതകളുടെ സംഘം പുറപ്പെട്ടോ എന്ന് നിരീക്ഷിച്ച് അവർ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഒരു അടയാളം നൽകണം. ആ രാത്രി വന്നെത്തി. മാർച്ച് മാസത്തിലെ ഒരു നിലാവുള്ള രാത്രി. ഡ്രേക്കും ലെ ടെസ്റ്റുവും പെഡ്രോയും അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പോരാളികളും കാടിന്റെ ഇരുട്ടിൽ പതിഞ്ഞിരുന്നു. 70ഓളം പേർ. അവരുടെ ശ്വാസം പോലും പുറത്തു കേൾക്കാത്ത നിശബ്ദത. ചീവീടുകളുടെ ശബ്ദം മാത്രം. എല്ലാവരുടെയും കാതുകൾ കൂർപ്പിച്ചിരുന്നു. ദൂരെ നിന്നും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? മണിക്കൂറുകൾ കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. അവരുടെ ക്ഷമ നശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദൂരെ നിന്നും ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേട്ടത്. അത് തങ്ങളെ നിരീക്ഷിക്കാൻ സ്പെയിൻകാർ അയച്ച ഒരു ഒറ്റപ്പൊട്ട സൈനികനായിരുന്നു. അവൻ ആ വഴിയിലൂടെ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പനാമ സിറ്റിയിൽ നിന്നും അവരയച്ച സിമിറോൺ ചാരൻ ഓടിക്കിതച്ചെത്തി. അവൻ പറഞ്ഞ വാർത്ത ഡ്രേക്കിനെ ഞെട്ടിച്ചു. ആ കുതിരപ്പടയാളി വഴിയിൽ ഒളിച്ചിരിക്കുന്ന ഫ്രഞ്ച് കൊള്ളക്കാരിൽ ഒരാളെ കണ്ടിരുന്നു. അയാൾ മദ്യപിച്ചു വഴിയിൽ കിടക്കുകയായിരുന്നു. സൈനികൻ അവനെ കണ്ടെന്ന് ഭാവിക്കാതെ മുന്നോട്ടു പോയി ഉടൻ തന്നെ കോവർ കഴുതകളുടെ സംഘത്തിന് മുന്നറിയിപ്പ് നൽകി. അവർ യാത്രയുടെ ദിശ മാറ്റി വെൻഡാക്രൂസസ് വഴി പോകാൻ തീരുമാനിച്ചു. സിൽവർ ട്രെയിൻ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീണ്ടും പരാജയം. സംഘം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു. ഫ്രഞ്ച് നാവികർ പിറുപിറുക്കാൻ തുടങ്ങി. പക്ഷേ ഡ്രേക്ക് തളർന്നില്ല. അവന്റെ മനസ്സിൽ മറ്റൊന്ന് ഓടിക്കൊണ്ടിരുന്നു. അവർ വെൻഡാക്രൂസസ് വഴിയാണ് പോകുന്നതെങ്കിൽ ആ വഴിയിൽ വെച്ച് നമുക്കവരെ പിടികൂടാം.
അതൊരു ഭ്രാന്തനാശയമായിരുന്നു. വെൻഡാക്രൂസസിലേക്കുള്ള വഴി ദുർഘടം പിടിച്ചതാണ്. അവിടെ എത്താൻ ഒരുപാട് ദൂരം കാടുകളിലൂടെ നടക്കണം. എങ്കിലും അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അവർ ഓടാൻ തുടങ്ങി. കാടും പടർപ്പും വകഞ്ഞുമാറ്റി പുഴകളും ചതുപ്പുകളും കടന്ന് അവർ ആ രാത്രി മുഴുവൻ ഓടി. വിശപ്പും ദാഹവും അവരെ തളർത്തി. പലരും വഴിയിൽ വീണു. പക്ഷെ ഡ്രേക്ക് മുന്നിൽ നിന്നവരെ നയിച്ചു. അവന്റെ ഊർജം കണ്ട് മറ്റുള്ളവരും ഒപ്പം കൂടി. ഒടുവിൽ പുലർച്ചെയോടെ അവർ വെൻഡാക്രൂസസിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് അവർ ആ കാഴ്ച കണ്ടു. 50ഓളം കോവർ കഴുതകളുടെ ഒരു നീണ്ട നിര സ്പാനിഷ് സൈനികരുടെ അകമ്പടിയോടെ മെല്ലെ നീങ്ങുന്നു. ഇത്തവണ അവർക്ക് തെറ്റിയില്ല. ആക്രമിക്കൂ! ഡ്രേക്ക് അലറി. കാടിന്റെ ഇരുട്ടിൽ നിന്നും 3 ദിശകളിൽ നിന്നും അവർ ആ സംഘത്തിനുമേൽ ചെന്നായക്കളെപ്പോലെ ചാടി വീണു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ സ്പാനിഷ് സൈനികർ പകച്ചുപോയി. എവിടെ നിന്നാണ് ആക്രമണം എന്നുപോലും അവർക്ക് മനസ്സിലായില്ല. സിമറോണുകൾ തൊടുത്ത വിഷം പുരട്ടിയ അമ്പുകൾ പലരെയും നിലത്തു വീഴ്ത്തി. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും വാളുകളുമായി പാഞ്ഞെടുത്തു. അതൊരു ചെറിയ യുദ്ധമായിരുന്നില്ല, അതൊരു കൂട്ടക്കൊലയായിരുന്നു. നിമിഷങ്ങൾക്കകം സ്പാനിഷ് കാവൽക്കാർ ഒന്നുകിൽ മരിച്ചു വീണു, അല്ലെങ്കിൽ കാടുകളിലേക്ക് ചിതറിയോടി. കോവർക്കഴുതകൾ ഭയന്ന് നാലുപാടും ഓടി. അവയുടെ പുറത്തുണ്ടായിരുന്ന ചാക്കുകൾ വഴിയിൽ വീണു. ആ ചാക്കുകൾ പൊട്ടി ഉള്ളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും ആ ചെളി നിറഞ്ഞ മണ്ണിൽ ചിതറി വീണു. ചന്ദ്രന്റെ നേർത്ത വെളിച്ചത്തിൽ അതൊരു നദി പോലെ വെട്ടിത്തിളങ്ങി. ഡ്രേക്കും സംഘവും ഒരു നിമിഷം ആ കാഴ്ച കണ്ടു നിന്നു. അവരുടെ കഷ്ടപ്പാടുകൾക്കെല്ലാമുള്ള ഫലം. സാൻ ഹുവാൻ ഡി ഉലുവയിലെ ചതിക്ക്, തന്റെ സഹോദരന്റെ മരണത്തിന്, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന്, എല്ലാത്തിനുമുള്ള മറുപടി. അവർ ആർത്തു വിളിച്ചു. അവർ ആ സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്തു. ഏകദേശം 15 ടൺ വെള്ളി, പിന്നെ കണക്കില്ലാത്ത സ്വർണവും. പക്ഷെ ഇവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത്രയും ഭാരം അവർക്ക് ചുമന്നുകൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്ര സ്വർണം അവർ എടുത്തു. ബാക്കി വന്ന വെള്ളി അവർ അവിടെ തന്നെ കുഴിച്ചുമൂടി, പിന്നീട് വന്ന് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ. ആക്രമണത്തിൽ ഫ്രഞ്ച് നേതാവായ ലെറ്റസ്റ്റുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവർക്ക് അദ്ദേഹത്തെയും കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. വേദനയോടെയാണെങ്കിലും അവർ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചു. ചരിത്രത്തിന്റെ വിരോധാഭാസം. ഒരുനാൾ താൻ സമ്പത്തിനു വേണ്ടി മറ്റൊരാളെ ഉപേക്ഷിക്കുമ്പോൾ അതേ വിധി തനിക്കും വരുമെന്ന് ലെറ്റസ്റ്റു ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സ്വർണവുമായി അവർ തങ്ങളുടെ കപ്പലുകളിലേക്ക് മടങ്ങി. അതൊരാഘോഷയാത്രയായിരുന്നു. പ്ലിമത്തിൽ നിന്നും വെറും 73 പേരുമായി പുറപ്പെട്ട ഫ്രാൻസിസ് ഡ്രേക്ക് ഇപ്പോൾ കരീബിയൻ കടലിലെ ഏറ്റവും വലിയ വിജയഗാഥ രചിച്ചു മടങ്ങുകയാണ്. 1573 ഓഗസ്റ്റ് 9 അവന്റെ കപ്പലുകൾ പ്ലിമത്ത് തുറമുഖത്ത് തിരിച്ചെത്തി. അവനൊരു ധനികനായി മാറിയിരുന്നു, ഒരു വീരനായി മാറിയിരുന്നു. ഡെവൻഷെയറിലെ കർഷകന്റെ മകൻ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തനായ നാവികനായി മാറിയിരിക്കുന്നു. അവന്റെ ആദ്യത്തെ വലിയ യാത്ര, ഒരു നാവികന്റെ പിറവി എന്ന ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയായിരുന്നു. പക്ഷേ ഇത് അവസാനമായിരുന്നില്ല, ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ലോകം ചുറ്റുമുള്ള അവന്റെ ഐതിഹാസിക യാത്രയ്ക്കുള്ള ഒരു നാന്തി കുറിക്കൽ മാത്രം. 1573 വേനൽക്കാലം പ്ലിമത്തിലെ തെരുവുകളിൽ ഒരുതരം ആഘോഷത്തിന്റെ ആരവമുണ്ടായിരുന്നു. സ്പെയിനിന്റെ നെഞ്ചിൽ ചവിട്ടി അവരുടെ സ്വർണവുമായി തിരിച്ചെത്തിയ ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു വീരപുരുഷനായി മാറിയിരുന്നു. കുട്ടികൾ അവന്റെ പേര് പാടി നടന്നു. നാവികർ അവനെ ആരാധനയോടെ നോക്കി. ഡെവൻഷെയറിലെ കർഷകന്റെ മകൻ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും ധനികരിൽ ഒരാളായി മാറിയിരിക്കുന്നു. അവന്റെ മുഖം, അവന്റെ കഥ നാടോടിപ്പാട്ടുകളിലെ വീരനായകന്റേതുപോലെ ഇംഗ്ലണ്ടിലാകെ പരന്നു. പക്ഷെ ലോണ്ടനിലെ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അത്രയ്ക്ക് ആരവങ്ങളുണ്ടായിരുന്നില്ല. അവിടെ അടച്ചിട്ട മുറികളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ഒരുതരം അസ്വസ്ഥത തങ്ങി നിന്നു. ഡ്രേക്കിന്റെ വിജയം എലിസബത്ത് രാജ്ഞിക്കും അവളുടെ മന്ത്രിമാർക്കും ഒരു തലവേദനയായി മാറി. കാരണം ഔദ്യോഗികമായി ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിൽ സമാധാനത്തിലായിരുന്നു. ആ സമാധാന കരാർ നിലനിൽക്കെ രാജ്ഞിയുടെ ഒരു പ്രജ സ്പെയിനിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. സ്പാനിഷ് അംബാസഡർ രാജ്ഞിയുടെ മുന്നിൽ രോഷം കൊണ്ട് വിറച്ചു. ഇതൊരു കടൽ കൊള്ളയാണ്. നിങ്ങളുടെ രാജ്ഞി ഒരു കൊള്ളക്കാരനെ സംരക്ഷിക്കുന്നു. ആ കള്ളനെ വിചാരണ ചെയ്യണം. കൊള്ളയടിച്ച മുതൽ മുഴുവൻ തിരികെ നൽകണം. അത്തന്റെ വാക്കുകൾ കൊട്ടാരത്തിന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. എലിസബത്ത് രാജ്ഞി ഒരു പ്രതിസന്ധിയിലായി. ഡ്രേക്കിനെ ശിക്ഷിച്ചാൽ അത് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കും. അവൾ സ്വന്തം ജനതയുടെ കണ്ണിൽ ഒരു ഭീരുവായി മാറും. ശിക്ഷിച്ചില്ലെങ്കിലോ സ്പെയിനുമായി ഒരു യുദ്ധമുറപ്പാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ സ്പെയിനുമായി ഒരു യുദ്ധത്തിന് ഇംഗ്ലണ്ട് തയ്യാറായിരുന്നില്ല. രാജ്ഞി ഒരു നടിയായിരുന്നു. അവൾ സ്പാനിഷ് അംബാസഡറുടെ മുന്നിൽ ദുഃഖം അഭിനയിച്ചു. ഈ ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു ധിക്കാരിയാണ്. അവനെതിരെ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് അവൾ ഉറപ്പു നൽകി. പക്ഷേ രഹസ്യമായി അവൾ തന്റെ വിശ്വസ്തനായ മന്ത്രി സർ ഫ്രാൻസിസ് വാൽസിംഗ്ഹാമിനെ വിളിച്ചുവരുത്തി. വാൽസിംഗ്ഹാം രാജ്ഞിയുടെ ചാരസംഘടനയുടെ തലവനായിരുന്നു, ഇംഗ്ലണ്ടിന്റെ നിഴൽ. അവന്റെ കണ്ണുകളും കാതുകളും യൂറോപ്പിലെമ്പാടുമുണ്ടായിരുന്നു. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, തിരുമനസേ, ഡ്രേക്ക് ഒരു പ്രശ്നമല്ല, അവനൊരു അവസരമാണ്. സ്പെയിനിനെ മുട്ടുകുത്തിക്കാൻ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധം. അവരൊരു പദ്ധതി തയ്യാറാക്കി.
ഡ്രേക്ക് കുറച്ചുകാലത്തേക്ക് പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമാകണം. അവന്റെ പേര് പതുക്കെ ആളുകൾ മറന്നു തുടങ്ങണം. ഈ കൊടുങ്കാറ്റൊന്ന് അടങ്ങണം. അവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. അങ്ങനെ ഒരു രാത്രി ആരും കാണാതെ ഫ്രാൻസിസ് ഡ്രേക്ക് പ്ലിമത്തിൽ നിന്നും അപ്രത്യക്ഷനായി. അവൻ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവൻ നേടിയ സമ്പത്തെല്ലാം രാജ്ഞിയുടെ ഖജനാവിലേക്ക് സുരക്ഷിതമായി മാറ്റപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ പല കഥകളും പരന്നു. ഡ്രേക്ക് പുതിയൊരു രഹസ്യയാത്രയ്ക്ക് പോയി എന്ന് ചിലർ, രാജ്ഞി അവനെ തടവിലാക്കിയെന്ന് മറ്റു ചിലർ. സത്യം വളരെ കുറച്ചുപേർക്കു മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഡ്രേക്ക് പോയത് അയർലൻഡിലേക്കായിരുന്നു. അക്കാലത്ത് അയർലൻഡിൽ ഇംഗ്ലീഷ് ഭരണത്തിനെതിരെ ലഹളകൾ നടക്കുകയായിരുന്നു. വാൾട്ടർ ഡെവറോ എസെക്സിലെ പ്രഭുവിന്റെ കീഴിൽ ഒരു സാധാരണ സൈനികനായി ഡ്രേക്ക് അയർലൻഡിലെത്തി. ഒന്നാലോചിച്ചു നോക്കൂ. കരീബിയൻ കടലിൽ സ്പാനിഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച എൽ ഡ്രാക്കോ ഇപ്പോൾ അയർലൻഡിലെ ചതുപ്പ് നിലങ്ങളിൽ ഐറിഷ് വിപ്ലവകാരികളെ നേരിടുന്ന ഒരു സാധാരണ പടയാളി. അതൊരു വിചിത്രമായ കാലമായിരുന്നു. അയർലൻഡിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്ക് ഒരുതരം വിഷാദ ഭംഗിയുണ്ടായിരുന്നു. എപ്പോഴും പെയ്യുന്ന ചാറ്റൽ മഴയും വീടുകളിൽ നിന്നും ഉയരുന്ന പീറ്റുപുകയുടെ ഗന്ധവും പനാമയിലെ ഈർപ്പമുള്ള ഉഷ്ണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം. ഇവിടെ ശത്രുക്കൾ വലിയ കപ്പലുകളിൽ വരുന്നില്ല. അവർ കാടിന്റെയും കുന്നുകളുടെയും മറവിൽ ഒളിച്ചിരിക്കുന്നു. അവർ മിന്നലാക്രമണങ്ങൾ നടത്തി മറയുന്നു. ഡ്രേക്ക് പനാമയിൽ സ്പെയിനിനെതിരെ പ്രയോഗിച്ച അതേ തന്ത്രം ഇപ്പോൾ ഐറിഷുകാർ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രയോഗിക്കുന്നു. ചരിത്രത്തിന്റെ ഒരു തരം കാവ്യനീതിയായിരുന്നു അത്. അവിടെ വെച്ചാണ് ഡ്രേക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്ന് സംഭവിക്കുന്നത്. 1575 റാത്ലിൻ ദ്വീപിൽ ഒരു കൂട്ടം ഐറിഷ് വിപ്ലവകാരികളും അവരുടെ കുടുംബങ്ങളും അഭയം തേടിയിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം. ഇംഗ്ലീഷ് സൈന്യം ആ ദ്വീപ് വളഞ്ഞു. അവർ കീഴടങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷേ എസെക്സിലെ പ്രഭുവിന്റെ ആജ്ഞ മറ്റൊന്നായിരുന്നു. ഒരാളെയും ജീവനോടെ വിടരുത്. ഫ്രാൻസിസ് ഡ്രേക്കും ആ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു. അവന്റെ കപ്പലുകളാണ് ആ ദ്വീപിന് ചുറ്റും കാവൽ നിന്നത്, ഒരാളും രക്ഷപ്പെടാതിരിക്കാൻ. പിന്നീട് നടന്നത് ഒരു മനുഷ്യക്കുരുതിയായിരുന്നു. നൂറുകണക്കിന് നിസ്സഹായരായ മനുഷ്യരെ, സ്ത്രീകളെ, കുട്ടികളെ ഇംഗ്ലീഷ് പട്ടാളക്കാർ വാളിനിരയാക്കി. ആ ചെറിയ ദ്വീപ് രക്തത്തിൽ കുതിർന്നു. ആ രാത്രി തന്റെ കപ്പലിന്റെ തട്ടിലിരുന്ന് ആ ദ്വീപിൽ നിന്നും ഉയർന്ന നിലവിളികൾ കേട്ട് ഡ്രേക്ക് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇതാണോ വീരത്വം? നിരായുധരായ മനുഷ്യരെ കൊല്ലുന്നതാണോ യുദ്ധം? അവന്റെ സഹോദരൻ ജോണിന്റെ മുഖം അവൻ ഓർമ്മ വന്ന് കാണുമോ? സാൻ ഹുവാൻ ഡി ഉലൂവയിലെ ചതിയിൽ താൻ അനുഭവിച്ച അതേ വേദനയല്ലേ ഇപ്പോൾ ഈ മനുഷ്യരും അനുഭവിക്കുന്നത്? അല്ലെങ്കിൽ അതൊരു സൈനികന്റെ കടമ മാത്രമായിരുന്നു, മേലുദ്യോഗസ്ഥന്റെ ആജ്ഞ അനുസരിക്കുക എന്നത് മാത്രം? നമുക്കറിയില്ല. അവന്റെ മനസ്സ് ഒരു കടലുപോലെ പ്രക്ഷുബ്ധമായിരുന്നിരിക്കാം. ഈ സംഭവം അവനെ കൂടുതൽ കഠിനഹൃദയനാക്കിയോ? അതോ അധികാരത്തിന്റെ രാഷ്ട്രീയ കളികളിൽ താനൊരു വെറും കരുമാത്രമാണെന്ന തിരിച്ചറിവ് അവനുണ്ടായോ? ഒരുപക്ഷേ അയർലൻഡിലെ ആ ദിനങ്ങൾ അവനെ പഠിപ്പിച്ചത് യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം എത്ര വിരൂപമാണെന്നായിരുന്നു. അത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കഥയല്ല, അത് രക്തത്തിന്റെയും കണ്ണുനീരിന്റെയും കഥയാണ്. 2 വർഷത്തോളം അവൻ അയർലൻഡിൽ തുടർന്നു. അവന്റെ പഴയ ജീവിതം ഒരു വിദൂര സ്വപ്നം പോലെ ആയി. കടൽ, കപ്പലുകൾ, സ്പെയിൻ എല്ലാം അവൻ മറന്നതുപോലെ തോന്നി. 1575 അവന്റെ ഭാര്യ മേരി ന്യൂമാൻ മരിച്ചു. ആ വാർത്ത അവനെ എങ്ങനെ ബാധിച്ചു എന്നതിന് ചരിത്രത്തിൽ രേഖകളില്ല. ഒരുപക്ഷേ ആരുമില്ലാത്ത ആ നാട്ടിലിരുന്ന് അവൻ ഒരുപാട് ഏകാന്തത അനുഭവിച്ചിരിക്കാം. അവന്റെ യാത്രകൾക്ക് വേണ്ടി കാത്തിരുന്ന, അവനെ സ്നേഹിച്ച ആ സ്ത്രീയുടെ മുഖം അവന്റെ ഓർമ്മകളിൽ ഒരു നീറ്റലായി മാറിയിരിക്കാം. അങ്ങനെ 1576 അയർലൻഡിലെ ലഹളകൾ ഒരുവിധം ഒതുങ്ങിയപ്പോൾ അവനൊരു വിളി വന്നു. ലണ്ടനിൽ നിന്നും, സർ ഫ്രാൻസിസ് വാൾസിംഗ്ഹാമിന്റെ അടുക്കൽ നിന്നും. ഡ്രേക്ക് തിരികെ ഇംഗ്ലണ്ടിലെത്തി. ഇപ്പോൾ അവൻ പഴയ ആളല്ല. കൂടുതൽ നിശബ്ദൻ,
കൂടുതൽ ഗൗരവക്കാരൻ. അവന്റെ കണ്ണുകളിൽ ഒരുതരം തണുപ്പ് പടർന്നിരുന്നു. വാൾസിംഗ്ഹാം അവനെ രാജ്ഞിയുടെ മുന്നിൽ ഹാജരാക്കി. അതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു, ആരും അറിയാതെ. ആ മുറിയിൽ അവർ 3 പേർ മാത്രം. രാജ്ഞി എലിസബത്ത്, അവളുടെ നിഴലായ വാൾസിംഗ്ഹാം, പിന്നെ അവളുടെ വാളായ ഫ്രാൻസിസ് ഡ്രേക്ക്. രാജ്ഞി അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. മിസ്റ്റർ ഡ്രേക്ക്, സ്പെയിൻ നമ്മളെ അനുദിനം അപമാനിക്കുകയാണ്. നമ്മുടെ കപ്പലുകളെ അവർ ആക്രമിക്കുന്നു. നമ്മുടെ കച്ചവടക്കാരെ അവർ തടവിലാക്കുന്നു. ഫിലിപ്പ് രാജാവ് എന്നെ സ്ഥാനഭ്രഷ്ടയാക്കി ഇംഗ്ലണ്ടിന്റെ ഭരണം പിടിക്കാൻ സ്വപ്നം കാണുന്നു. ഒരു തുറന്ന യുദ്ധത്തിന് നമ്മൾ തയ്യാറല്ല. പക്ഷേ നമുക്കവരെ വേദനിപ്പിക്കണം. അവർക്ക് ഏറ്റവും വേദനിക്കുന്ന സ്ഥലത്ത് പ്രഹരിക്കണം. അവരൊരു ഭാരപ്പടം എന്റെ മുന്നിൽ നിവർത്തി. അവരുടെ സമ്പത്തിന്റെ ഉറവിടം അമേരിക്കയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള അവരുടെ വഴികൾ നമ്മൾ തടഞ്ഞു. പക്ഷേ അവർ ഭാരപ്പടത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വിരൽ ചൂണ്ടി. പസഫിക് സമുദ്രം അതവരുടെ സ്വന്തം തടാകം പോലെയാണ്. അവിടെ അവർക്ക് ശത്രുക്കളില്ല, കാവലുകളില്ല. പെറുവിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും ഒരു പേടിയുമില്ലാതെ അവരാ വഴി കൊണ്ടുപോകുന്നു. ആരും ഇതുവരെ ആ വഴി പോയിട്ടില്ല. അവൾ ഒരു നിമിഷം നിർത്തി. ആ മുറിയിൽ ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. മഗല്ലൻ, അയാൾ മാത്രമാണ് പസഫിക്കിലൂടെ യാത്ര ചെയ്തത്. അതൊരു നരകയാത്രയായിരുന്നു. അയാൾക്ക് തിരികെ എത്താൻ കഴിഞ്ഞില്ല. മിസ്റ്റർ ഡ്രേക്ക്, നിങ്ങൾ ആ യാത്രയ്ക്ക് തയ്യാറാണോ? പസഫിക് സമുദ്രത്തിലേക്ക് കടന്ന് സ്പെയിനിന്റെ സുരക്ഷിതമായ ആ ലോകത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതൊരു ചോദ്യമായിരുന്നില്ല, അതൊരു ആജ്ഞയായിരുന്നു, ഒരു വെല്ലുവിളിയായിരുന്നു. ലോകത്തിന്റെ അറ്റത്തേക്കൊരു യാത്ര, ആരും പോകാത്ത വഴികളിലൂടെ, അജ്ഞാതമായ കടലുകളിലൂടെ, ശത്രുവിന്റെ ഹൃദയത്തിലേക്ക്. ഡ്രേക്കിന്റെ സിരകളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവന്റെ കണ്ണുകൾ വിടർന്നു. അയർലൻഡിലെ ചതുപ്പുകളിൽ മരവിച്ചുപോയ അവന്റെ നാവികന്റെ ആത്മാവ് ഉണർന്നു. ഇതാണ് അവൻ കാത്തിരുന്നത്, ഇതാണ് അവന്റെ വിധി. അവനൊന്നും പറഞ്ഞില്ല. അവൻ ആ ഭൂപടത്തിലേക്ക് നോക്കി. അവന്റെ വിരലുകൾ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള മഗല്ലൻ കടലിടുക്ക് എന്ന് രേഖപ്പെടുത്തിയ ആ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ചു. പിന്നെ പസഫിക്കിന്റെ ആ നീല പരപ്പിലൂടെ. അവന്റെ മനസ്സിൽ ഒരു പുതിയ കപ്പൽ രൂപമെടുക്കുകയായിരുന്നു, ഒരു പുതിയ യാത്രയുടെ സ്വപ്നം. ഇത് വെറുമൊരു കൊള്ളയടിക്കൽ യാത്രയല്ല, ഇത് ലോകം ചുറ്റിയുള്ള ഒരു യാത്രയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു കപ്പിത്താന്റെ നേതൃത്വത്തിൽ ലോകം ചുറ്റി തിരികെ എത്താനുള്ള ഒരു ദൗത്യം. വ്യാഴിയുടെ നിഴൽ എന്ന ഈ അധ്യായത്തിന്റെ യഥാർത്ഥ തുടക്കം അവിടെയായിരുന്നു, രാജ്ഞിയുടെ രഹസ്യമുറിയിലെ ആ നിമിഷത്തിൽ. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന കടൽ കൊള്ളക്കാരൻ എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിന്റെ നിഴലായി മാറുകയായിരുന്നു. അവന്റെ പുതിയ യാത്ര ഇംഗ്ലണ്ടിന്റെയും സ്പെയിനിന്റെയും, ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെയും ചരിത്രം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. 1577 വർഷം. പ്ലിമത്തിലെ കപ്പൽശാലകളിൽ പതിവിലുമധികം തിരക്കുണ്ടായിരുന്നു. പുതിയ കപ്പലുകൾ പണിയുന്നു, പഴയവ നന്നാക്കുന്നു. പുറമേ നോക്കുന്നവർക്ക് അതൊരു സാധാരണ കാഴ്ചയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ നാവികശക്തി വളരുകയാണ്, വ്യാപാരം വർദ്ധിക്കുകയാണ്. പക്ഷേ ആ തിരക്കുകൾക്കിടയിൽ ഒരു രഹസ്യത്തിന്റെ പുതപ്പണിഞ്ഞുകൊണ്ട് ഒരു വലിയ പദ്ധതി രൂപമെടുക്കുകയുണ്ടായിരുന്നു. ഫ്രാൻസിസ് ഡ്രേക്കിന്റെ പുതിയ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ. എല്ലാം അതീവ രഹസ്യമായിട്ടായിരുന്നു. രാജ്ഞിയുടെ വിശ്വസ്തരായ ഏതാനും മന്ത്രിമാർക്കും ഡ്രേക്കിനും പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പേർക്കും മാത്രമേ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം അറിയാമായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരോടെല്ലാം പറഞ്ഞിരുന്നത് ഡ്രേക്ക് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക് ഒരു വ്യാപാര യാത്രയ്ക്ക് പോകുന്നുവെന്നായിരുന്നു. അതൊരു വിശ്വസനീയമായ കള്ളമായിരുന്നു. അലക്സാണ്ട്രിയയിലേക്കുള്ള യാത്ര ദീർഘമാണ്, അതിന് വലിയ ഒരുക്കങ്ങൾ ആവശ്യമാണ്. സ്പാനിഷ് ചാരന്മാർക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. ഡ്രേക്ക് തന്നെ നേരിട്ടാണ് കപ്പലുകളുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. 5 കപ്പലുകളായിരുന്നു ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനം ഡ്രേക്കിന്റെ സ്വന്തം കപ്പൽ, ദ പെലിക്കൻ. അതൊരു ഭീമാകാരമായ കപ്പലൊന്നുമായിരുന്നില്ല. 100 ടൺ മാത്രം ഭാരമുള്ള, വേഗതയും ഒതുക്കവുമുള്ള ഒരു ഗാലിയൻ. ഡ്രേക്ക് മനഃപൂർവ്വം തിരഞ്ഞെടുത്തതായിരുന്നു അത്. കാരണം അവന്റെ ലക്ഷ്യം വലിയ യുദ്ധങ്ങൾ ചെയ്യുക എന്നതായിരുന്നില്ല. ഒരു നിഴല് പോലെ സഞ്ചരിക്കുക, മിന്നലാക്രമണങ്ങൾ നടത്തുക, അതിവേഗം രക്ഷപ്പെടുക. അതിന് പെലിക്കനെ പോലെ ഒരു കപ്പലാണ് ഏറ്റവും അനുയോജ്യം. പുതിയ മരത്തിന്റെ ഗന്ധമായിരുന്നു ആ കപ്പൽശാലയിൽ നിറയെ. ഉളികളുടെ ശബ്ദം, ചുറ്റികയുടെ താളം, ടാറിന്റെ രൂക്ഷഗന്ധം. ഒരു കപ്പൽ ജനിക്കുന്നത്
ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ്. ഓരോ മരപ്പലകയും ചേർത്ത് വയ്ക്കുമ്പോഴും ഓരോ ആണി അടിച്ചു കയറ്റുമ്പോഴും അതിനൊരു ജീവൻ വയ്ക്കുകയാണ്. ഡ്രേക്ക് മണിക്കൂറുകളോളം ആ കപ്പലിന്റെ നിർമ്മാണം നോക്കി നിൽക്കും. അവന്റെ വിരലുകൾ ആ പുതിയ തടികളിൽ തലോടും. ഒരുപക്ഷെ ആ കപ്പലിന്റെ ആത്മാവുമായി അവൻ സംസാരിക്കുകയായിരിക്കാം. നമ്മൾ ഒരുമിച്ച് ഒരുപാട് ദൂരം പോകാനുണ്ട്. ചരിത്രത്തിൽ ആരും പോകാത്ത വഴികളിലൂടെ, അജ്ഞാതമായ കടലുകളിലൂടെ, ശത്രുവിന്റെ ഹൃദയത്തിലേക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നാവികന് അവന്റെ കപ്പൽ ഒരു വെറും മരക്കഷ്ണം മാത്രമല്ല, ഒരു ആത്മസുഹൃത്താണെന്ന്? പെലിക്കന് കൂടാതെ ജോൺ വിന്ററിന്റെ നേതൃത്വത്തിൽ എലിസബത്ത് എന്ന ഒരു കപ്പലും മാരിഗോൾഡ്, സ്വാൻ, ക്രിസ്റ്റഫർ എന്നിങ്ങനെ മറ്റു 3 ചെറിയ കപ്പലുകളും സംഘത്തിലുണ്ടായിരുന്നു. എല്ലാം കൂടി 164 നാവികരും സൈനികരും. ആരൊക്കെ യാത്രയിൽ കൂടെ കൂട്ടണമെന്ന കാര്യത്തിലും ഡ്രേക്കിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വെറും നാവികരെ മാത്രമല്ല അവൻ തിരഞ്ഞെടുത്തത്. ആശാരിമാർ, കൊല്ലന്മാർ, കപ്പൽ നിർമ്മാണ വിദഗ്ധർ, സർജൻ, പാചകക്കാർ, ഒരു ചെറിയ സമൂഹം തന്നെയായിരുന്നു അത്. ദീർഘവും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു യാത്രയ്ക്ക് ഇതെല്ലാം ആവശ്യമായിരുന്നു. അതിലുപരി അവൻ കുറച്ച് സംഗീതജ്ഞരെയും കൂടെ കൂട്ടി, വയലിനുകളും മറ്റു വാദ്യോപകരണങ്ങളുമായി. ഒന്ന് ആലോചിച്ചു നോക്കുക, അജ്ഞാതമായ കടലിന്റെ നടുവിൽ ഏകാന്തതയുടെയും ഭയത്തിന്റെയും നിമിഷങ്ങളിൽ ഒരു വയലിൻ സംഗീതത്തിന് നൽകാൻ കഴിയുന്ന ആശ്വാസം എത്ര വലുതായിരിക്കും. അത് നാവികരുടെ മനോവീര്യം നിലനിർത്താൻ സഹായിക്കുമെന്ന് ഡ്രേക്കിന് അറിയാമായിരുന്നു. യാത്രയ്ക്ക് വേണ്ട സാധന സാമഗ്രികൾ ശേഖരിക്കുന്നതായിരുന്നു മറ്റൊരു വലിയ ദൗത്യം. മാസങ്ങളോളം, പക്ഷെ വർഷങ്ങളോളം കര കാണാതെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഉണക്കിയ മാംസം, ബിസ്ക്കറ്റുകൾ, പയറുവർഗ്ഗങ്ങൾ, വീഞ്ഞ്, ശുദ്ധജലം എല്ലാം വലിയ പീപ്പകളിലാക്കി കപ്പലിന്റെ അടിത്തട്ടിൽ നിറച്ചു. കൂടാതെ പീരങ്കികളും വെടിമടുത്തും വാളുകളും. കാരണം ഇതൊരു സമാധാന യാത്രയല്ലെന്ന് ഡ്രേക്കിന് അറിയാമായിരുന്നു. ഈ ഒരുക്കങ്ങൾക്കിടയിലാണ് തോമസ് ഡൗട്ടി എന്നൊരാൾ ഡ്രേക്കിന്റെ സംഘത്തിൽ ചേരുന്നത്. ഡൗട്ടി ഒരു സാധാരണ നാവികനായിരുന്നില്ല. അയാൾ ലണ്ടനിലെ ഒരു പ്രമാണിയും വിദ്യാസമ്പന്നനും രാജ്ഞിയുടെ മന്ത്രിമാരുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. ഡ്രേക്കിന്റെ ഒരു പഴയ സുഹൃത്തുകൂടിയായിരുന്നു അയാൾ. അവർ ഒരുമിച്ച് അയർലൻഡിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡൗട്ടിയുടെ പെരുമാറ്റം വളരെ ആകർഷകമായിരുന്നു. അയാളുടെ സംസാരത്തിൽ ഒരു പ്രഭുവിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഒരു സുഹൃത്തിനെ, അതും ഇത്രയും സ്വാധീന ശക്തിയുള്ള ഒരാളെ കൂടെ കൂട്ടുന്നത് നല്ലതാണെന്ന് ഡ്രേക്ക് കരുതി. ഒരുപക്ഷെ ആ തീരുമാനത്തെക്കുറിച്ച് പിന്നീട് അവൻ ഒരുപാട് ദുഃഖിച്ചിരിക്കാം. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ഒരു പുഞ്ചിരിയുടെ മുഖമൊഴി അണിഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമായി അത് പതിയിരിക്കും. 1577 നവംബർ 15 പ്ലിമത്തിലെ ആകാശത്ത് ചാരനിറത്തിലുള്ള മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. തുറമുഖത്ത് വലിയ ആരവങ്ങളൊന്നുമില്ല. 5 കപ്പലുകൾ ഒരു സാധാരണ വ്യാപാര സംഘം യാത്ര തുടങ്ങുന്നതുപോലെ മെല്ലെ നങ്കൂരമുയർത്തി. കരയിൽ നിന്നുകൊണ്ട് ആരും അവരെ കൈവീശി യാത്രയാക്കിയില്ല. കാരണം ഈ യാത്ര ഒരു രഹസ്യമായിരുന്നു. ഡ്രേക്ക് കപ്പലിന്റെ തട്ടിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ അവസാനമായി ഇംഗ്ലണ്ടിന്റെ തീരത്തേക്ക് നോക്കിയിരിക്കാം. അവന്റെ മനസ്സിൽ എന്തായിരിക്കും? ഭയമോ ആവേശമോ അതോ രണ്ടും കലർന്ന ഒരു വികാരമോ? കപ്പലുകൾ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അറ്റ്ലാന്റിക്കിന്റെ വിശാലതയിലേക്ക് പ്രവേശിച്ചു. കുറച്ചു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കര കാണാതായപ്പോൾ ഡ്രേക്ക് എല്ലാ കപ്പലുകളിലെയും കപ്പിത്താന്മാരെയും പ്രധാനപ്പെട്ട ആളുകളെയും തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. പെലിക്കനിന്റെ ക്യാബിനിൽ ആടിയുലയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അവൻ ആ വലിയ ഭൂപടം ഒരിക്കൽ കൂടി നിവർത്തി. സുഹൃത്തുക്കളെ, അവൻ ശാന്തമായി പറഞ്ഞു തുടങ്ങി, നമ്മൾ അലക്സാൻഡ്രിയയിലേക്കല്ല പോകുന്നത്. മുറിയിൽ ഒരു നിമിഷത്തെ നിശബ്ദത. എല്ലാവരും പരസ്പരം നോക്കി. നമ്മുടെ രാജ്ഞി നമ്മളെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ പോകുന്നത് ലോകത്തിന്റെ അറ്റത്തേക്കാണ്. സ്പെയിനിന്റെ സ്വന്തം തടാകമെന്ന് അവർ അഹങ്കരിക്കുന്ന പസഫിക് സമുദ്രത്തിലേക്ക്. അവൻ ഭൂപടത്തിൽ അമേരിക്കയുടെ തെക്കേ അറ്റത്തേക്ക് വിരൽ ചൂണ്ടി. നമ്മൾ മഗല്ലന്റെ വഴിയിലൂടെ സഞ്ചരിക്കും. ഈ കടലെടുക്ക് കടന്ന് പസഫിക്കിൽ പ്രവേശിച്ച് സ്പെയിനിന്റെ പടിഞ്ഞാറൻ തീരങ്ങളെ നമ്മൾ ആക്രമിക്കും. അവരുടെ സ്വർണ്ണ കപ്പലുകളെ നമ്മൾ പിടിച്ചെടുക്കും. എന്നിട്ട് അവൻ ഒരു നിമിഷം നിർത്തി. അവന്റെ കണ്ണുകൾ തിളങ്ങി. എന്നിട്ട് നമ്മൾ യാത്ര തുടരും. ലോകം ചുറ്റി ഇതേ ഇംഗ്ലണ്ടിൽ നമ്മൾ തിരിച്ചെത്തും. ആ വാക്കുകൾ കേട്ട് നാവികർ സ്തബ്ധരായി. അതൊരു ഭ്രാന്തൻ പദ്ധതിയായി അവർക്ക് തോന്നി. ലോകം ചുറ്റുകയോ? മഗല്ലന്റെ സംഘത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും മരിച്ചുപോയ ആ നരകയാത്രയോ? പലരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു. പക്ഷേ ഡ്രേക്കിന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം തുളുമ്പുന്നുണ്ടായിരുന്നു. ഇതൊരു സാധാരണ യാത്രയല്ല. നമ്മൾ ചരിത്രം സൃഷ്ടിക്കാൻ പോകുകയാണ്. ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഓരോരുത്തരും ധനികരായിരിക്കും, വീരരായിരിക്കും. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ നമ്മുടെ പേരുകൾ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടും. എന്നെ വിശ്വസിക്കുക, നമ്മൾ ഒരുമിച്ചിത് സാധിക്കും.
അവന്റെ വാക്കുകളിലെ തീ അവരുടെ ഭയത്തെ അലിയിച്ചില്ലാതാക്കി. അതൊരു വാഗ്ദാനമായിരുന്നു, സാഹസികതയുടെയും സമ്പത്തിന്റെയും വാഗ്ദാനം. അവരുടെ ഭയം പതിയെ ആവേശത്തിന്റെ വഴിമാറി. അവർ ആർത്തു വിളിച്ചു, ഡ്രേക്കിന് ജയ്. അങ്ങനെ ആ കപ്പൽ സംഘം തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് തെക്കോട്ട് യാത്ര തുടർന്നു. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്ന് അവർ സഞ്ചരിച്ചു. വഴിയിൽ കണ്ട ചില പോർച്ചുഗീസ് സ്പാനിഷ് വ്യാപാര കപ്പലുകളെ അവർ ആക്രമിച്ച് കീഴടക്കി. അതിൽ നിന്നും അവർക്ക് ധാരാളം വീഞ്ഞും ഭക്ഷണസാധനങ്ങളും പിന്നെ ഏറ്റവും പ്രധാനമായി പസഫിക് തീരങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഭൂപടങ്ങളും ലഭിച്ചു. ഒരു പോർച്ചുഗീസ് കപ്പിത്താനെ അവർ തടവുകാരനായി പിടിച്ചു. നുനോ ഡാ സിൽവ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് ആഫ്രിക്കനും തെക്കേ അമേരിക്കൻ തീരങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. ഡ്രേക്ക് അയാളെ വെറുമൊരു തടവുകാരനായിട്ടല്ല കണ്ടത്, ഒരു വഴികാട്ടിയായിട്ടായിരുന്നു. കപ്പലുകൾ മധ്യരേഖയോടടുത്തു. പകലിന് ചൂടുകൂടി, രാത്രികൾക്ക് ദൈർഘ്യം കുറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ മാറി. അവർക്ക് പരിചിതമല്ലാത്ത പുതിയ നക്ഷത്ര സമൂഹങ്ങൾ തെളിഞ്ഞുവന്നു. അവർ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ ലോകത്തേക്കാണ് പ്രവേശിക്കുന്നത്. നാവികർക്കിടയിൽ ചെറിയ അസുഖങ്ങൾ പടർന്നുപിടിക്കാൻ തുടങ്ങി. ചെറിയ കലഹങ്ങൾ. 5 കപ്പലുകളിലായി ചിതറിക്കിടക്കുന്ന ഒരു സംഘത്തെ ഒരുമിച്ച് നിർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ സമയത്താണ് തോമസ് ഡൗട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അയാൾ നാവികരോട് കൂടുതൽ അടുത്തു. ഡ്രേക്കിന്റെ തീരുമാനങ്ങളെ അയാൾ രഹസ്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഡ്രേക്ക് ഒരു സാധാരണ കർഷകന്റെ മകനല്ലേ, ഒരു പ്രഭുവായ ഞാനല്ലേ ഈ യാത്ര നയിക്കേണ്ടത് എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ വളർന്നു വരികയായിരുന്നു. ഇതൊന്നും ഡ്രേക്ക് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും ശ്രദ്ധിക്കാത്തതുപോലെ നടിച്ചു. ഒരു പഴയ സുഹൃത്തിനെ സംശയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. വ്യാളിയുടെ നിഴൽ ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലായിരുന്നു. അതിന്റെ മുന്നിൽ ആയിരക്കണക്കിന് മൈൽ നീണ്ടുകിടക്കുന്ന അജ്ഞാതമായ കടൽ, പിന്നിൽ ഓർമ്മകൾ മാത്രമായ ഇംഗ്ലണ്ടിന്റെ തീരം. ഈ യാത്ര അവരെ എവിടെ എത്തിക്കും? അവർക്ക് ലോകം ചുറ്റി തിരികെ എത്താൻ കഴിയുമോ? അതോ മഗല്ലനുപോലെ ഈ മഹാസമുദ്രത്തിന്റെ ഏതെങ്കിലും കോണിൽ അവരും അപ്രത്യക്ഷരാകുമോ? ആർക്കറിയാം? കാലത്തിന് മാത്രമേ അതിന് മറുപടി നൽകാൻ കഴിയുകയുള്ളൂ. 1578 തുടക്കം. കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചുകടന്ന് ബ്രസീലിന്റെ തീരത്തെത്തി. മാസങ്ങളായി കര കാണാതിരുന്ന നാവികർക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. പച്ചപ്പു നിറഞ്ഞ ആ തീരം ഒരു സ്വർഗം പോലെ അവർക്ക് തോന്നി. അപരിചിതമായ പക്ഷികളുടെ ശബ്ദം, പൂക്കളുടെ ഗന്ധം, ശുദ്ധജലത്തിന്റെ രുചി. അവർ ആ തീരത്ത് കുറച്ചുനാൾ തങ്ങി. കപ്പലുകൾ നന്നാക്കി പുതിയ ഭക്ഷണസാധനങ്ങൾ ശേഖരിച്ച് അവർ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി. പക്ഷേ ആ ഇടവേള സംഘത്തിലെ അസ്വസ്ഥതകളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. കരയിലിറങ്ങിയപ്പോൾ തോമസ് ഡൗട്ടി കൂടുതൽ പരസ്യമായി ഡ്രേക്കിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അയാൾ നാവികരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. ഡ്രേക്കിന്റെ ഭരണം ഒരു സ്വേച്ഛാധിപതിയുടേതുപോലെയാണ്, നമ്മളെല്ലാവരും തുല്യരാണ്, അയാൾ അവരോട് പറഞ്ഞു. അയാൾ തന്റെ പ്രഭുത്വവും വിദ്യാഭ്യാസവും ഉപയോഗിച്ച് സാധാരണക്കാരായ നാവികരെ തന്റെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ മാരിഗോൾഡ് എന്ന കപ്പൽ പ്രധാന സംഘത്തിൽ നിന്നും വഴിപിരിഞ്ഞുപോയി. കുറച്ചു ദിവസത്തേക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഡൗട്ടി ആ കപ്പലിലായിരുന്നു. പിന്നീട് കപ്പൽ തിരികെ എത്തിയപ്പോൾ അതിലെ നാവികൾ ഡ്രേക്കിനോട് പരാതിപ്പെട്ടു. ഡൗട്ടി അവരെ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ ശ്രമിച്ചുവെന്നും അയാൾ ഒരു മന്ത്രവാദിയാണെന്നും അവർ ആരോപിച്ചു. കൊടുങ്കാറ്റുണ്ടാക്കിയത് ഡൗട്ടിയുടെ ദുർമന്ത്രങ്ങളാണെന്ന് അവർ വിശ്വസിച്ചു. ഡ്രേക്ക് അപ്പോഴും ക്ഷമിച്ചു. ഒരുപക്ഷെ ഒരു പഴയ സുഹൃത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അവൻ വിശ്വസിച്ചില്ലായിരിക്കാം. അല്ലെങ്കിൽ സംഘത്തിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ അവൻ ശ്രമിച്ചതാകാം. അവൻ ഡൗട്ടിയെ മാരിഗോൾഡിന്റെ ചുമതലകളിൽ നിന്നും മാറ്റി തന്റെ സ്വന്തം കപ്പലായ പെലിക്കനിലേക്ക് കൊണ്ടുവന്നു, തന്റെ കൺവട്ടത്ത്, തന്റെ നിയന്ത്രണത്തിൽ. അവർ തെക്കോട്ട് യാത്ര തുടർന്നു. തീരം കൂടുതൽ വിജനമായി, കാലാവസ്ഥ കൂടുതൽ തണുപ്പുള്ളതായി. അർജന്റീനയുടെ തീരത്തുള്ള പോർട്ട് സെന്റ് ജൂലിയൻ എന്ന ഉൾക്കടലിൽ അവർ നങ്കൂരമമിട്ടു. അതൊരു വിചിത്രമായ സ്ഥലമായിരുന്നു. ഒരുതരം ശ്മശാന മൂകത തളംകെട്ടി നിന്ന ഒരിടം. അരനൂറ്റാണ്ട് മുമ്പ് ഫെർഡിനൻഡ് മഗല്ലനും ഇതേ സ്ഥലത്ത് നങ്കൂരമമിട്ടിരുന്നു. ഇവിടെ വെച്ചാണ് മഗല്ലൻ തന്റെ സംഘത്തിലെ കലാപകാരികളെ വിചാരണ ചെയ്തു വധിച്ചത്. ചരിത്രം ആവർത്തിക്കുമോ എന്ന് ആ നിമിഷം ആരെങ്കിലും ഭയന്നിരിക്കുമോ? ആ ഉൾക്കടലിന്റെ തീരത്ത് അവരൊരു പഴയ തൂക്കുമരം കണ്ടു. അതിൽ അസ്ഥികൂടങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മഗല്ലൻ ശിക്ഷിച്ച നാവികരുടേതായിരുന്നു അത്. ആ കാഴ്ച നാവികരുടെ മനസ്സിലൊരു ഭീതി പടർത്തി. ഈ സ്ഥലം ശപിക്കപ്പെട്ടതാണെന്ന് അവർ വിശ്വസിച്ചു. ഇവിടെ വെച്ചാണ് ഡ്രേക്കിന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടത്. സംഘത്തിലെ കലഹം അതിന്റെ പാരമ്യത്തിലെത്തി. ഡൗട്ടി ഡ്രേക്കിന്റെ ക്യാബിനിൽ നിന്നും രഹസ്യമായി ചില ഭൂപടങ്ങളും രേഖകളും മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണമുയർന്നു.
അയാൾ ഡ്രേക്കിനെതിരെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നും സ്പെയിൻകാരുമായി രഹസ്യധാരണയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും തെളിവുകൾ പുറത്തുവന്നു. ഡ്രേക്ക് ഒരു തീരുമാനമെടുത്തു. ഇനി ക്ഷമിച്ചിട്ട് കാര്യമില്ല. ഈ വിഷവിത്തിനെ ഇവിടെ വെച്ച് പറിച്ചെറിഞ്ഞില്ലെങ്കിൽ ഈ യാത്ര മുന്നോട്ടു പോകില്ല. അവൻ ആ പഴയ തൂക്കുമരത്തിനടുത്ത് ഒരു താൽക്കാലിക കോടതി സ്ഥാപിച്ചു, ഡോട്ടിയെ വിചാരണ ചെയ്യാൻ. അതൊരു സാധാരണ വിചാരണയായിരുന്നില്ല. ഒരു കപ്പലിന്റെ കപ്പിത്താൻ തന്റെ സുഹൃത്തിനെ, തന്റെ സഹയാത്രികനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വിചാരണ ചെയ്യുന്നു. ജൂറിയായി നിന്നത് സംഘത്തിലെ 40ഓളം പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. സാക്ഷികൾ ഓരോരുത്തരായി വന്നു. ഡോട്ടിക്കെതിരെയുള്ള തെളിവുകൾ ഓരോന്നായി നിരത്തി. ഡോട്ടി എല്ലാം നിഷേധിച്ചു. താൻ നിരപരാധിയാണെന്നും ഡ്രേക്ക് തന്നോടുള്ള വ്യക്തിപരമായ വിരോധം തീർക്കുകയാണെന്നും അയാൾ വാദിച്ചു. ആ വിചാരണ ദിവസങ്ങളോളം നീണ്ടു. ആ തണുത്ത കാറ്റും തൂക്കുമരത്തിലെ അസ്ഥികൂടങ്ങളും അലയടിക്കുന്ന കടലും സാക്ഷിയായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ നിമിഷങ്ങളിൽ ഡ്രേക്കിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന്? ഒരു വശത്ത് തന്റെ ദൗത്യം, തന്റെ ആളുകളുടെ സുരക്ഷ, മറുവശത്ത് ഒരു പഴയ സൗഹൃദത്തിന്റെ ഓർമ്മകൾ. അവസാനം ജൂറി വിധി പറഞ്ഞു. ഡൗട്ടി കുറ്റക്കാരനാണ്. രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ മരണം. ആ വിധി കേട്ട് ഡൗട്ടി തളർന്നുപോയില്ല. ഒരു പ്രഭുവിന്റെ ഗാംഭീര്യത്തോടെ അവൻ ആ വിധിയെ സ്വീകരിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിനു മുൻപ് അയാൾക്കൊരു അന്ത്യാഭിലാഷമുണ്ടായിരുന്നു. ഡ്രേക്കിനോടൊപ്പം അവസാനമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ആ രംഗമൊന്നോർത്തു നോക്കൂ. ആ ശപിക്കപ്പെട്ട തീരത്ത് ഒരു ചെറിയ കൂടാരത്തിനുള്ളിൽ 2 പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. പുറത്ത് നാവികർ നിശബ്ദരായി കാത്തുനിൽക്കുന്നു. അവർ പഴയ കഥകൾ പറഞ്ഞിരിക്കുമോ? തങ്ങളുടെ സൗഹൃദത്തിന്റെ നല്ല നാളുകൾ ഓർത്ത് ചിരിച്ചിരിക്കുമോ? അതോ വാക്കുകൾ കിട്ടാതെ നിശബ്ദതയുടെ കനത്ത ഭാരത്തിൽ അവർ വീർപ്പുമുട്ടിയിരിക്കുമോ? ആ ഭക്ഷണത്തിനു ശേഷം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, പരസ്പരം ആലിംഗനം ചെയ്തു. പിന്നീട് ഡൗട്ടി ശാന്തനായി ആരാച്ചാരുടെ മഴുവിനു മുന്നിൽ തലകുനിച്ചു. 1578 ജൂലൈ 2 പോർട്ട് സെന്റ് ജൂലിയന്റെ മണ്ണിൽ തോമസ് ഡൗട്ടിയുടെ തലയേറ്റു വീണു. ഈ സംഭവം, ഡൗട്ടി അഫയർ എന്നത് ഡ്രേക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും വിവാദപരമായ ഒന്നാണ്. അവൻ ശരിക്കും ഒരു രാജ്യദ്രോഹിയെ ശിക്ഷിക്കുകയായിരുന്നോ? അതോ തന്റെ അധികാരത്തിന് വെല്ലുവിളിയായ ഒരു എതിരാളിയെ ഇല്ലാതാക്കുകയായിരുന്നോ? ചരിത്രകാരന്മാർ ഇന്നും തർക്കിക്കുന്ന ഒരു വിഷയമാണത്. ഒരുപക്ഷേ സത്യം ഡ്രേക്കിനും ഡൗട്ടിക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഡൗട്ടിയുടെ മരണശേഷം ഡ്രേക്ക് തന്റെ നാവികരെ ഒരുമിച്ച് കൂട്ടി. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഇനി ഈ സംഘത്തിൽ പ്രഭുവെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല. നാം എല്ലാം ഒരേ കപ്പലിലെ യാത്രക്കാരാണ്, ഒരേ നിയമങ്ങൾ അനുസരിക്കുന്ന സഹപ്രവർത്തകർ. എന്റെ ആജ്ഞകളെ ധിക്കരിക്കുന്ന ആർക്കും ഇതേ ഗതിയായിരിക്കും. അതൊരു താക്കീതായിരുന്നു. ആ നിമിഷം മുതൽ ആ സംഘത്തിൽ പൂർണ്ണമായ അച്ചടക്കം നിലവിൽ വന്നു. ഡ്രേക്ക് അതിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി. അവർ പോർട്ട് സെന്റ് ജൂലിയൻ വിട്ടു. മുന്നോട്ടു പോകുന്തോറും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായി. മെഗല്ലൻ കടലുടുക്കിന്റെ കവാടം അവർ ദൂരെ നിന്നും കണ്ടു. ആകാശവും കടലും ഒരുപോലെ ചാരനിറക്കിൽ കാണപ്പെട്ടു. ഹിമാനികൾ നിറഞ്ഞ മലനിരകൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ, അപകടം പിടിച്ച ഒരു ജലപാത. കാറ്റ് ഭ്രാന്തമായി അലറിക്കൊണ്ടിരുന്നു. ആ കടലിടുക്കിലൂടെയുള്ള യാത്ര ഒരു നരകയാത്രയായിരുന്നു. 16 ദിവസമെടുത്തു അവർക്കത് കടക്കാൻ. കപ്പലുകൾ മഞ്ഞുമലകളിൽ തട്ടി തകരുമെന്ന് പലപ്പോഴും തോന്നി. തണുപ്പ് അസഹനീയമായിരുന്നു. പലരും രോഗികളായി. ഈ യാത്രയിൽ വെച്ച് സ്വാൻ, ക്രിസ്റ്റഫർ എന്നീ 2 ചെറിയ കപ്പലുകൾ ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരായി. അവയുടെ നാവികരെ മറ്റു കപ്പലുകളിലേക്ക് മാറ്റി. അങ്ങനെ 1578 സെപ്റ്റംബർ 6 ബാക്കിയുണ്ടായിരുന്ന 3 കപ്പലുകൾ, പെലിക്കൻ, എലിസബത്ത് എന്ന മാരിഗോൾഡ്, മെഗല്ലൻ കടലൊടുക്ക് കടന്ന് ശാന്തസമുദ്രത്തിലേക്ക്, പസഫിക്കിലേക്ക് പ്രവേശിച്ചു. നാവികർ ആർത്തു വിളിച്ചു. അവർ അസാധ്യമായത് സാധിച്ചിരിക്കുന്നു. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ശാന്തസമുദ്രമെന്ന പേരൊരു പരിഹാസം മാത്രമായിരുന്നു. അവരെ വരവേറ്റത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൊടുങ്കാറ്റുകളിൽ ഒന്നായിരുന്നു. 52 ദിവസം നീണ്ടുനിന്ന ഒരു കൊടുങ്കാറ്റ്. ആകാശവും കടലും വേർതിരിച്ചറിയാൻ കഴിയാത്തവസ്ഥ. കൂറ്റൻ തിരമാലകൾ കപ്പലുകളെ പന്താടി. ആ കൊടുങ്കാറ്റിൽ മാരിഗോൾഡ് എന്ന കപ്പൽ അതിലെ നാവികരോടൊപ്പം ഒരു നിലവിളി പോലും അവശേഷിപ്പിക്കാതെ ആഴങ്ങളിലേക്ക് താണുപോയി. ആ കാഴ്ച ഡ്രേക്കിനെയും മറ്റുള്ളവരെയും തളർത്തിക്കളഞ്ഞു. അവരുടെ കൺമുന്നിലാണ് ആ ദുരന്തം സംഭവിച്ചത്.
കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജോൺ വിന്ററിന്റെ എലിസബത്ത് എന്ന കപ്പലും വഴിപിരിഞ്ഞുപോയി. കൊടുങ്കാറ്റിലകപ്പെട്ട വിന്ററും നാവികരും യാത്ര തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് തീരുമാനിച്ചു. അവർ തിരികെ മെഗല്ലൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ ഫ്രാൻസിസ് ഡ്രേക്ക് ആ മഹാസമുദ്രത്തിൽ ഒറ്റയ്ക്കായി. അവന്റെ പെലിക്കൻ മാത്രം. 5 കപ്പലുകളുമായി പുറപ്പെട്ട സംഘത്തിൽ ഇപ്പോൾ ഒറ്റ കപ്പൽ. 164 പേരുണ്ടായിരുന്ന സംഘത്തിൽ ഇപ്പോൾ 60-ൽ താഴെ ആളുകൾ. അവന്റെ സഹോദരൻ തോമസ് ഡ്രേക്ക് ആ യാത്രയിൽ രോഗം ബാധിച്ചു മരിച്ചു. അവന്റെ ലോകം ചുരുങ്ങി ആ ആടിയുലയുന്ന ഒരൊറ്റ കപ്പലിലേക്ക് ഒതുങ്ങി. ആ കൊടുങ്കാറ്റ് അവന്റെ കപ്പലിനെ ആയിരക്കണക്കിന് മൈലുകൾ തെക്കോട്ട് തള്ളി നീക്കി. അവൻ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ അറ്റത്തെത്തി. അവിടെ വെച്ച് അവനൊരു പുതിയ കാര്യം കണ്ടെത്തി. ആ കാലത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് അമേരിക്കൻ വൻകരയുടെ തെക്കേ അറ്റം ടെറ ഓസ്ട്രാലിസ് എന്നൊരു വലിയ വൻകരയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ ഡ്രേക്ക് കണ്ടത് അങ്ങനെ ഒരു വൻകര ഇല്ലെന്നും അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും അവിടെ ഒരുമിച്ച് ചേരുകയാണെന്നുമായിരുന്നു. ഇന്ന് ഡ്രേക്ക് പാസേജ് എന്നറിയപ്പെടുന്ന ആ കടൽപാത അവനാണ് ആദ്യമായി കണ്ടുപിടിച്ചത്. ഒടുവിൽ കൊടുങ്കാറ്റ് ശമിച്ചു. ആകാശത്ത് സൂര്യൻ തെളിഞ്ഞു. ഡ്രേക്ക് തന്റെ കപ്പലിന്റെ തട്ടിൽ ക്ഷീണിതനായി നിന്നു. ചുറ്റും ശാന്തമായ കടൽ. അവൻ എവിടെയാണെന്ന് അവൻ അറിഞ്ഞില്ല. കൂടെ ആരുമില്ല. അവൻ പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നു. ആ നിമിഷത്തിൽ ഒരു സാധാരണ മനുഷ്യൻ തകർന്നുപോയേനെ. പക്ഷേ ഫ്രാൻസിസ് ഡ്രേക്ക് തളർന്നില്ല. അവന്റെ ഉള്ളിലെ വ്യാളി ഉണരുകയായിരുന്നു. ഇപ്പോൾ അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇനി തുടങ്ങാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽക്കൊള്ളയുടെ കഥയാണ്. ഒറ്റക്കപ്പലുമായി ഒരു സാമ്രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ കഥ.